الحمد لله الذي أجمعنا في مجلس القرآن ومجلس النصرة ومجلس السعادة والهداية ومجلس التزكية والتربية، وهو الذي خلق السماوات والأرض، وهو الذي يدبر الأمر كيف يشاء، وهو الذي علمنا ما لم نعلم، الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على رسوله الأمين الكريم القائل: إنما بعثت لأتمم مكارم الأخلاق. والنبي قال أيضا: خياركم خياركم لأهله. وهو الذي قال في التدبر والدراسة وتبليع القرآن: بلغوا عني ولو آية، خيركم من تعلم القرآن وعلمه. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ വെളിച്ചം സംഘാടകരെ, സാരഥികളെ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം ജീവിതത്തിൽ പ്രവർത്തന പദത്തിൽ പ്രാവർത്തികമാക്കി ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുവാൻ പരമാവധി പരിശ്രമിക്കുന്ന ഉത്ബുദ്ധരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ഉദാത്തമായ ഉന്നതമായ സന്ദേശം വ്യക്തി, ദാമ്പത്യ, കുടുംബ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സർവതല സ്പർശിയായി പ്രതിനിധീകരിക്കുവാനുള്ള സന്മാർഗവും സൗഭാഗ്യവും സന്നദ്ധതയും സന്മനസ്സും അള്ളാഹു നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പ്രതിഫലദായകവും പ്രതിഫലനം സൃഷ്ടിക്കുന്നതുമായ ഒരുമിച്ച് കൂടലായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിച്ചം വക്ര ഏരിയ സംഗമത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പ്രവാചക വചനങ്ങൾ ചേർത്ത് വെച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും ചിന്തകളുമാണ് അല്പസമയം എന്നോടും നിങ്ങളോടും പരസ്പരം പങ്കുവച്ച് സംസാരിക്കുവാനുള്ളത്. അള്ളാഹു ഉപകാരപ്പെടുന്ന വിധത്തിൽ അറിവിനെ സ്വീകരിക്കുവാനുള്ള അവധാനതയും ശ്രദ്ധയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങള് വളരെ പ്രാധാന്യത്തോടെ വ്യത്യസ്ത വിധിവിലക്കുകൾ നൽകിക്കൊണ്ട് വിശ്വാസി സമൂഹത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലും പ്രവാചക വചനങ്ങളിലും കുടുംബത്തിന്റെ ഭിന്ന ഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വ്യക്തമായ ദിശാബോധമുണ്ട്. കാരണം ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പ്, ഭദ്രത നിലകൊള്ളുന്നത് കുടുംബ സംവിധാനത്തിന്റെ സുരക്ഷിതത്വവും അതേപോലെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങൾ തമ്മിലുള്ള തിരിച്ചറിവും അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ സാമൂഹിക രംഗത്ത് അതേപോലെ തന്നെ കുടുംബങ്ങളിൽ, മഹല്ലുകളിൽ, പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള വിഷമങ്ങളും വിഷയങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ നാട് നന്നാകണം, സമൂഹം മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും നമ്മളിലില്ല. പക്ഷെ ഒരു നാട്, ഒരു പ്രദേശം, ഒരു മഹല്ലി എന്നൊക്കെ പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ കൂടിയതാണ്. അപ്പോ ഒരു നാട്ടിലെ വിവിധ കുടുംബങ്ങൾ അവരുടെ ധാർമ്മിക നിലവാരം, ദീനീ ബോധം, ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത വഴി മെച്ചപ്പെടുത്തിയെടുക്കുമ്പോൾ ഒരു നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ നന്നാകുമ്പോൾ ആ നാട് തന്നെയാണ് സാംസ്കാരികമായും ധാർമ്മികമായും
സദാചാരപരമായി മെച്ചപ്പെട്ടതായി തീരുന്നത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ചെറിയ യൂണിറ്റാണ് ഫാമിലി, കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബ സംവിധാനങ്ങൾ സമാധാനവും സംസ്കാരവും സദാചാരവും വിളയിക്കുന്ന കേന്ദ്രങ്ങളായി തീരണം. കുവൈത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു സൈക്കോളജിസ്റ്റാണ്, ഫാമിലി കൗൺസിലറാണ്, എഴുത്തുകാരനാണ് ഡോക്ടർ ജാസിമുൽ മുത്തവ്വ. അദ്ദേഹത്തിന്റെ സ്വർഗം പൂക്കുന്ന കുടുംബകം എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ എൻ്റെ ഓർമ്മയിൽ IPH ആണ് നിർവഹിച്ചത് എന്ന്. ഒരുപാട് ഫാമിലി സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ മനോഹരമായ അറബിയിൽ അദ്ദേഹത്തിന്റെ സംസാരവും പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ ജാസിമുൽ മുത്തവ്വ, വേൾഡ് വൈഡ് ഫാമിലി കൗൺസിലർ എന്ന് തന്നെ പറയാം. അപ്പൊ അതിലൊക്കെ അതിമനോഹരമായ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് അതിന്റെ ഒരു സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാ പരിഹാരവും നമ്മുടെ കുടുംബ സംവിധാനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായി നമുക്ക് ലഭിച്ച ഇസ്ലാമിക് ഹിദായത്തിലുണ്ട്, ഇസ്ലാമിക ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കസ്തൂരിമാൻ അതിന്റെ കസ്തൂരി അറിയാതെ ഓടുന്നത് പോലെ ഇസ്ലാമിന്റെ വാല്യൂ, വിശിഷ്യ അതിന്റെ ഫാമിലി സെറ്റപ്പിലെ വിധിവിലക്കുകൾ മാനിക്കാതെ പാലിക്കാതെ ഭൗതികമായ കാര്യകർമ്മ പദ്ധതികൾ കൊണ്ടോ ഭൗതികമായ മോട്ടിവേഷൻ കൊണ്ടോ സിസ്റ്റം കൊണ്ടോ അലങ്കാരം കൊണ്ടോ പ്രത്യക്ഷ പ്രകടനം കൊണ്ടോ ഒന്നും നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം. ശരീരം ചൂടാകുമ്പോൾ തണുപ്പിക്കാൻ വേണ്ടി നമുക്ക് AC ഫിറ്റ് ചെയ്യാം. ഉറക്കം കിട്ടാതാകുമ്പോൾ വേണമെങ്കിൽ 10 ലക്ഷം രൂപയുടെ ബെഡ് വാങ്ങാം. പക്ഷെ ഉറക്കം 20 ലക്ഷം കൊടുത്താലും വാങ്ങാൻ നമുക്ക് സാധിക്കൂല. AC കൊണ്ട് ശരീരം തണുക്കും, പക്ഷേ ചൂടേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് തണുപ്പിക്കണമെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ചിന്തകൾ തന്നെ അനിവാര്യമായി തീരും. അത് കുടുംബത്തിനകത്തുള്ള എല്ലാവരിലേക്കും അത് വേണ്ടി വരും. പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ ലഭിക്കാത്ത ഒരു പരിതസ്ഥിതി നമുക്ക് മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബ സംവിധാനം കൂടുതൽ മെച്ചപ്പെടാനും ശക്തിപ്പെടാനും ആസ്വാദ്യകരമായി തീരാനും ഇമ്പമുള്ളതായി തീരുവാനുമുള്ള ശ്രമവും ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. എല്ലാവരും ഇങ്ങനെ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാവരും തിരുത്തുകളാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എനിക്കുണ്ടൊരു ലോകം അഥവാ ഭാര്യ ഭാര്യയുടെ ലോകത്താണ്, ഭർത്താവ് ഭർത്താവിന്റെ ലോകത്താണ്, മക്കൾ മക്കളുടെ ലോകത്താണ്, മാതാപിതാക്കൾ അവരുടെ ലോകത്താണ്. മക്കൾ നമ്മളറിയാതെ അവർ പറയുന്നുണ്ട് എന്താണ് നമ്മെക്കുറിച്ച് നമ്മുടെ രക്ഷിതാക്കൾ ഉപ്പ ഉമ്മ അറിയുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഭാര്യയെക്കുറിച്ച് ഭർത്താവും ഭർത്താവിനെ കുറിച്ച് ഭാര്യയും ഒക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ ലോകം പണിതുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ച് ഒരുമയായി ഒരേ ലക്ഷ്യത്തിലേക്ക് നല്ല മാർഗത്തിലൂടെ മുന്നേറുന്ന കെട്ടുറപ്പ് നമ്മുടെ കുടുംബരംഗങ്ങളിൽ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. അതിന്റെ റീസൺ, അതിന്റെ കാരണം എന്ന് പറയുന്നത് ദീനിന്റെ വിധിവിലക്കുകൾ നമ്മൾ തെറ്റിക്കാൻ തുടങ്ങി എന്നതാണ്. അപ്പൊ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം. ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ ബന്ധങ്ങളുടെ കേദാരവും കേന്ദ്രവും നിച്ചുമാണ് ഫാമിലി എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൂമിയിലെ അഡ്രസ്സാണ്, മേൽവിലാസമാണ്. കുടുംബ സംവിധാനത്തിന്റെ രൂപപ്പെടൽ തന്നെ അതീവ ഗൗരവത്തോടെയും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്ത് നമ്മെ അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ കുടുംബജീവിതത്തിന് തുടക്കമിടുമ്പോൾ അതിന്റെ ദാമ്പത്യം, അതിന്റെ പ്രൈമറി സ്റ്റേജ്, രണ്ടാളുകൾ ഒന്നാകുന്ന സമയം, ആ ഒന്നാകുമ്പോൾ അതിന്റെ സെലക്ഷൻ എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിന് വെക്കുന്ന മാനദണ്ഡങ്ങൾ. എനിക്കെന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല, ഉപ്പയെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല, മകനെ തെരഞ്ഞെടുക്കാൻ മകളെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല, രക്തബന്ധങ്ങളിലെ ബ്രദർ സിസ്റ്റർ സഹോദരി സഹോദരന്മാരെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ ഈമാനിന്റെ പാതി പൂർത്തീകരിക്കുന്നവൾ, എന്റെ ഈമാനിന്റെ പാതി പൂർത്തീകരിച്ച് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടവൾ, സ്വർഗം വരെ എത്തി നിൽക്കുന്ന മീസാഖൻ ഖലീല എന്ന് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ പദത്തിലൂടെ പരാമർശിക്കപ്പെട്ട ശക്തമായ ബലിഷ്ഠമായ കരാറിനെ ശക്തിപ്പെടുത്തുന്നവൾ, അവളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള ബാധ്യത നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയന്റെയും ബാധ്യതയാണ്. 18, 19, 20, 22, 23 വയസ്സൊക്കെ പോറ്റു വളർത്തി വസ്ത്രവും ഭക്ഷണവും അക്കാഡമിക്കും സർവ്വതും കൊടുത്ത് അവസാനം ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന കൈ പ്രവാചക നിർവചനത്തിൽ ഖിയാറുക്കും ഖിയാറുകുൽ അഹ്ലി,
സ്വന്തം ഇണയോട് മാന്യമായി, മര്യാദയോടെ, വിട്ടുവീഴ്ചയോടെ, വിനയത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ, ഐഹിക ആത്മീയ സാക്ഷരതയോടെ, സംസ്കാര സമ്പന്നതയോടെ സവിനയം പെരുമാറാൻ സാധിക്കുന്ന സാധ്യതയുള്ള ഒരുത്തന്റെ കയ്യിലേക്കാണോ ഞാൻ എൻ്റെ മകളെ കൊടുക്കുന്നത് എന്ന ബോധമുണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം എന്ന് വലിയനെ, രക്ഷിതാവിനെ, പിതാവിനെ ഇസ്ലാം അറിയിച്ചിട്ടുണ്ട്, പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സമാധാനപൂർണമായി ഇണക്ക പൊരുത്തത്തോടുകൂടി ദാമ്പത്യ ജീവിതം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ദീനുള്ള രണ്ടാളുകൾ ഒന്നാകണം എന്നും പറഞ്ഞു. ദീനാണ് അതിന്റെ ബേസ്. മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും സൗന്ദര്യം കുറയും, അതേപോലെ തന്നെ സമ്പത്ത് തകരും, ബിസിനസ് വേണ്ട വിധത്തിൽ ഇല്ലാതായി തീരും, ആരോഗ്യം ക്ഷയിക്കും. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് മീതെ അള്ളാഹുവിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ പടച്ചറബിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നടക്കാത്തതും, കൊതിച്ചത് നടക്കാത്തതും, വിധിച്ചത് നടക്കുന്നതുമായ ഒരു നൈമിഷിക നശ്വര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടാകണം. ഭാര്യക്കും ഭർത്താവിനും വാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഉണ്ടാകണം. ഈ ലോകത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാകണം. 87-ാം അധ്യായം സൂറത്തുൽ അഅലയിൽ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, അനശ്വരമായി, അനിഷേധ്യമായി, അനന്തമായി, അവസാനിക്കാതെ എവർലാസ്റ്റിംഗ് ആയി, ഇറ്റേണലായി നിലനിൽക്കുന്നത് പരലോകമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങൾ നശ്വര നൈമിഷികമായ ഐഹിക ജീവിതത്തോടാണ് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിവിടം കൊണ്ട് അവസാനിക്കുന്നത്, എന്നാൽ അനശ്വരമായ ജീവിതം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ദാമ്പത്യം നയിക്കാൻ സാധിക്കുമ്പോൾ ദാമ്പത്യം എന്ന സംസ്കൃത പദം അനുഭവേദ്യമായി തീരും. ദാമ്പത്യം എന്ന വാക്കിന്റെ അർത്ഥം അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ അഴിച്ചു മാറ്റുന്ന കെട്ടായി മാറിയിട്ടുണ്ട് ഇന്ന് ദാമ്പത്യം എന്ന് പറയുന്നത്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ കേസ്. അങ്ങോട്ട് ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ ആഴ്ച കൊണ്ട് 3 ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ഡിസോർഡർ കേസിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടാൽ വിചാരിക്കുന്ന കുടുംബത്തിനകത്ത്, വീട്ടിനകത്ത്, അതേപോലെ കുടുംബക്കാരുടെ സമീപത്തൊക്കെ ഒന്നായി നടക്കുകയാണ്. ശാരീരികമായി അങ്ങനെ ഒന്നാണ് എന്ന് തെളിയിക്കുകയും സാന്നിധ്യത്തിലും സാഹചര്യത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വാഹനത്തിലടക്കം യാത്ര ചെയ്യുമ്പോൾ ഒന്നാണ് എന്ന് തെളിയിക്കുകയും, എന്നാൽ കല്യാണം കഴിഞ്ഞ് 6-7 മാസം വിത്തിൻ 1 ഇയർ കൊണ്ട് തന്നെ മാനസികമായി ഡൈവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്ത എത്രയോ ദമ്പതികൾ നമുക്ക് സുപരിചിതമാണ്. പണ്ട് പല ഉദാഹരണം പുറത്തുനിന്ന് എടുക്കേണ്ടി വരുമെങ്കിൽ ഇന്ന് അവരവരുടെ വീടകങ്ങളിലും കുടുംബകങ്ങളിലും അയൽപ്പക്കങ്ങളിലും മഹല്ലുകളിലും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി അടുത്തു നിൽക്കുകയും മാനസികമായി ഡൈവേഴ്സ് ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുവഴി വലിയ പ്രയാസങ്ങൾ, ആത്മാഹുതി വരെ നടന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിനിടക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ, ജീവിതത്തെക്കുറിച്ച് ലിറ്ററസി, ദുനിയാവിനെ കുറിച്ചുമില്ല, ആഖിറത്തിനെ സംബന്ധിച്ചുമില്ല. അവിടെ പിന്നെ മവദ്ദത്തും ഉണ്ടാകൂല, റഹ്മത്തും ഉണ്ടാകൂല. അള്ളാഹുവാണ് ഇത് കൂട്ടി യോജിപ്പിക്കുന്നത് എന്ന ബോധം ഉണ്ടാകണ്ടേ. അള്ളാന്റെ അസ്തിത്വം അറിയിക്കുന്ന വിധത്തിലാണ് ദാമ്പത്യത്തെ സംബന്ധിച്ച് ഖുർആൻ കൈകാര്യം ചെയ്തത് എന്ന ഓർമ്മയുണ്ടാകണ്ടേ. അള്ളാഹുവാണ് കുടുംബത്തിന്റെ സംവിധായകൻ, ഡയറക്ടർ അള്ളാഹുവാണ്. പടച്ചറബാണ് ഒന്നിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചറബിന്റെ സംവിധാനമാണ് കുടുംബം. അതിന്റെ ഒരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന കാര്യബോധം ഉണ്ടാകണ്ടേ. ശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂമിലെ 21-ാമത്തെ ആയത്തിൽ وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَمِنْ آيَاتِهِ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സംവിധാനിച്ചു എന്ന് പറയുന്നത്. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, പുതിയ കാലത്ത് അവിടെ വരെ കടന്നു കയറ്റാണ്. കാരണം ആരാണ് ഇണ എന്നതിൽ പോലും ചർച്ച നടക്കുകയാണ്. ആണിന് ആണ് മതി, പെണ്ണിന് പെണ്ണ് മതി, ആർക്കും എന്തുമാകാം എന്നിടത്തേക്ക് വരെ ആ വിഷയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇണ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണ് ഇണ. രാവും പകലും എന്ന പോലെ, കരയും കടൽ എന്ന പോലെ ആണും പെണ്ണുമാണ്. പക്ഷെ അതൊക്കെ ഇപ്പം എന്ത് ചെയ്യാണ്, LGBT നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഇത്തരത്തിലുള്ള അസാംസ്കാരികമായ ലൈംഗിക ആഭാസ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ കുടുംബ ജീവിതത്തിന്റെ ഫൗണ്ടേഷനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം തന്നെ വേണോ എന്ന് ചോദിക്കുകയാണ്. ആരെയും കല്യാണം കഴിച്ചൂടെ? ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് പോലെ, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ലൈംഗിക ദാഹം ഉണ്ടാകുമ്പോൾ അതിന്റെ സാഫല്യം തേടണം, സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കിടന്നത് എത്തിയിരിക്കുകയാണ്. ചായ കുടിക്കാൻ ആരെങ്കിലും ഹോട്ടൽ പൈസ കൊടുത്ത് വാങ്ങാറുണ്ടോ എന്ന ലളിതമായ എന്നാൽ ചിന്തോദീപകമായത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ
പിന്നെ വിധേയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് വൈവാഹിക ജീവിതം പിന്തിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവസാനം അതേ ഉമ്മത്തിൽ നിന്ന്, ഖൈറു ഉമ്മത്തിൽ നിന്ന് തന്നെ സ്വർഗരതിയിലേക്ക് LGBTQAI++ ആശയങ്ങളുടെ പ്രഥമ ലെറ്ററുകളുടെ തിയറികൾ പ്രയോഗവൽക്കരിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദിലൈൻ നൂറയും ആദിലൈൻ നൂറയും മലബാർ ഏരിയയിൽ നിന്ന് അവർ പരസ്പരം വിവാഹം കഴിക്കുകയാണ്. ആദ്യം തമാശയാണ് എന്ന് തോന്നി, പിന്നെ അത് കാര്യത്തിലാണ്. എന്താണ് LGBTQ? L ലെസ്ബിയൻ, G ഗേയിസം, B ബൈസെക്സ്വൽ, T ട്രാൻസ്ജെൻഡർ, ട്രാൻസ്വുമൻ, ട്രാൻസ്മെൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ക്യൂർ തിയറി, ഇതൊക്കെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ക്യാമ്പസിൽ പിന്നെ വ്ലോഗേഴ്സ് അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് മൈക്കുമായി ചെന്ന് ചോദിക്കുക, ആർ യു ഗെയ്സ്? യെസ് വി ആർ ഗെയ്സ് എന്ന് പറയാം. ഞങ്ങൾ ഗെയ്സ് ആണ്, ഞങ്ങൾ ലെസ്ബിയൻസ് ആണ്. ലെസ്ബിയൻസ് ആണ്, കുട്ടികൾ അറിയുന്നില്ല. അതൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സമൂഹം കീഴ്മേൽ മറിക്കപ്പെട്ട ധാർമ്മിക ശോഷണം, ലൈംഗിക അരാജകത്വമാണ് ഇത് എന്ന് ഖുർആൻ എന്നോ പറഞ്ഞിട്ടുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. ഞാൻ സംസാരിക്കുന്നത് അങ്ങ് അമേരിക്കൻ ഐക്യനാടുകളിലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസ്ഥകളെ കുറിച്ചല്ല. അതൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കുടുംബ സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് പൗരസ്ത്യ സമൂഹം. മലേഷ്യ, ഇന്തോനേഷ്യ, അറബ് രാജ്യങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളീയ സമൂഹം കുടുംബ സംവിധാനങ്ങൾക്ക്, കുടുംബഘടനകൾക്ക് വലിയ പ്രാധാന്യം, ഇമ്പോർട്ടന്റ് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 104-ാമത്തെ ആയത്തിൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആരെ കുറിച്ചാണോ പറഞ്ഞത്? അതേ അധ്യായം 110-ാമത്തെ ആയത്ത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട വിഭാഗമാകുന്നു നിങ്ങൾ. നമ്മെ കുറിച്ച് പറയാം. 3 കോടിയിലധികം ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എങ്കിൽ അറൌണ്ട് 90 lakh ഓർ അബവ് 90 lakh, 1 കോടിയോളം, 90 ലക്ഷത്തിലധികം ആളുകൾ മുസ്ലിമീങ്ങൾ കേരളത്തിൽ ഉണ്ട് എങ്കിൽ 2 കോടിയോളം വരുന്ന നോൺ മുസ്ലിംസിന് ഇസ്ലാം പരിചയപ്പെടാനുള്ള സർവ്വതും പങ്കുവെക്കേണ്ട ഖൈറു ഉമ്മയാണ് നിങ്ങൾ എന്ന് നമ്മെ കുറിച്ച് പടച്ചറപ്പ് സർട്ടിഫിക്കറ്റ് ചെയ്തിരിക്കുകയാണ്. സർട്ടിഫൈഡ് ആണ് നമ്മൾ. അതാണ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മൾ ഖൈറ ഉമ്മയാണോ? അയൽവാസിയായ സഹോദര സമുദായത്തിലെ കുടുംബം നമ്മുടെ കുടുംബത്തെ വീക്ഷിക്കുന്ന സമയത്ത് എത്ര കോൺഫിഡൻസ് ആയി, എത്ര ആത്മവിശ്വാസത്തോടെ, എത്ര നന്മയിലാണ് അവർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിലെ പ്രായം ചെന്നവർ അവഗണിക്കപ്പെടൂല. ബിക്കോസ് ദേ ആർ മുസ്ലിംസ്. അവർ മുസ്ലിങ്ങളാണ്. അവർ ഇസ്ലാമിനെ പ്രാമാണിക പ്രതലത്തിലൂടെ പ്രതിനിധീകരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ്. അതേപോലെ തന്നെ പ്രവാചക ജീവിതം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ആ കുടുംബത്തിൽ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടേണ്ട വിധത്തിൽ പരിഗണിക്കും. ആ വീട്ടിൽ നിന്നൊരു കുട്ടിയും പോർണോഗ്രഫിയിലേക്ക്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ തിയറികളിലേക്ക്, ലഹരിയിലേക്ക്, MDMA പോകൂല. കുട്ടികൾ അങ്ങനെ ഒരുമിച്ച് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. MDMA, പണ്ട് MA എന്നൊക്കെ പറഞ്ഞ BA കഴിഞ്ഞിട്ടാണ് MA. MD എടുക്കാന്നൊരു അഭിമാനം, എന്ന കമ്പനിയുടെ MD ആണെന്ന്. ഇന്നിപ്പോ കുട്ടികൾ MDMA യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരികയാണ് അല്ലെ. എന്നിട്ട് 10 ഗ്രാം സ്വർണത്തിന്റെ വില നമുക്കറിയാം. MDMAക്ക് അതിനേക്കാളും വിലയാണ്. ഒരു വെളുത്ത സിന്തറ്റിക് ലഹരി, ചെറിയ പദാർത്ഥം, മുട്ടുസൂചിയുടെ തലപ്പ് കൊണ്ട്, പിന്നുകൊണ്ട് ആ പദാർത്ഥത്തിൽ അങ്ങ് കുത്തിയിട്ട് അത് അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ എവിടെയെന്നുള്ളത് അകത്താക്കി ആൾക്ക് അറിയില്ല. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ കണ്ട് അധ്യാപകർ അന്തം വിട്ടുപോകും. വാട്ട് എ മാർവലസ് കോൺസെൻട്രേഷൻ, എത്ര മനോഹരമായിട്ടാണ് ഇരിക്കണത്, എങ്ങനെയാണ് ഇങ്ങനെ ഐ കോണ്ടാക്ട് ഇത്ര കൃത്യമാക്കി തീർക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നത്, അങ്ങനെ നോക്കിയിരിക്കുക നമ്മളെ. അപ്പൊ എന്താ ഇതിന്റെ കാരണം? ഇതാണ്ട് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഓണാഘോഷങ്ങൾ, അതല്ലാത്ത ആഘോഷങ്ങൾ, ടൂറുകൾ. പണ്ടൊക്കെ ടൂർ എന്ന് പറഞ്ഞാൽ എന്തിനാ നമുക്കറിയാം. വിനോദയാത്ര, എക്സ്കർഷൻ, പഠനയാത്ര. ഇന്ന് 2 ദിവസം 3 ദിവസം 1 വീക്ക് ഹൈദരാബാദ്, ഡൽഹി എന്നൊക്കെ പറയാം. ഈ 5-6 ദിവസങ്ങൾ എനർജി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സമാധാന, സംസ്കാര, സദാചാര, ബന്ധവിശുദ്ധിയുടെ നല്ല പാഠങ്ങളെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിലാണ് ദാമ്പത്യത്തെ കുറിച്ച്. അപ്പൊ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. ഈ കഴിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഈ ജാതി എന്തെങ്കിലും ഏടാകൂടങ്ങളിൽ പെട്ടുപോകുമെന്ന്. 18 വയസ്സ് കഴിഞ്ഞാൽ പാതിലൂറ് വെച്ച് വാപ്പാക്ക് ഉമ്മാക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകും. മഹല്ല് ഭാരവാഹികൾ, രക്ഷിതാക്കൾ വന്ന് ചോദിക്കും, എന്താ ഈ പറയണത്? ആദ്യം തമാശയാണല്ല, തമാശ അല്ല. കാരണം അവരങ്ങനെ ആഗ്രഹിച്ച കോടതിയിലെത്താണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കൊടുക്കാൻ ആസ് ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗര എന്നുള്ള നിലക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ വിഷയത്തിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. ഗുരുനാഥന്മാരോ രക്ഷിതാക്കളോ അധ്യാപകരോ നാട്ടുകാരോ വീട്ടുകാരോ ആരാകട്ടെ, അവർക്ക് ഡിസിഷൻ മേക്കിംഗ്, അവരുടെ ജീവിതം അവർ കണ്ടെത്തും. അവർക്കനുസരിച്ച് അതിലിടപെട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റി ആവും, ജയിലിൽ കിടക്കേണ്ടി വരും.
മഹല്ല് കമ്മിറ്റിയൊക്കെ ഓടിയെടുത്ത് പുല്ല് മുളക്കൂല എന്ന് പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? പരിസരത്ത് ഉണ്ടാകൂല. ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, പെണ്ണിനോട് കാമം തോന്നുന്ന, അനുരാഗം തോന്നുന്ന ആശയങ്ങൾക്കൊക്കെ വേര് പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ വിവാദം ഞാൻ പറഞ്ഞത് ഖൈറു ഉമ്മ, ഉത്തമ സമൂഹമായ, അതായത് പ്രകൃതിക്കിണങ്ങുന്ന വംശവർദ്ധനവിലേക്ക് നയിക്കുന്ന സർഗാത്മകമായ ലൈംഗിക ജീവിതത്തിന് അവസരമൊരുക്കുന്ന, ഇഷ്ടം നുകരാനും പകരാനും പങ്കുവെക്കാനും പറ്റുന്ന ജീവിതത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് സ്വതോം വംശജരുടെ അങ്ങേയറ്റം അശ്ലീലമായ വംശവർദ്ധനവിന് എതിര് നിൽക്കുന്ന ലൈംഗിക ആഭാസത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഉമ്മത്തിനെയും സമൂഹത്തെയും കുടുംബത്തെയും പറയിപ്പിക്കുന്ന, തന്റെ ശാരീരിക പ്രകൃതിക്ക് അന്യായമായി തീർക്കുന്നതിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഖൈറു ഉമ്മത്തിലെ അംഗങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. പണ്ടത്തെ പാരന്റിങ് പോലെ, പണ്ടത്തെ കുടുംബജീവിത സംവിധാനം പോലെ, ചർച്ചകൾ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരാ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അപ്പൊ അത് ഈ ലെസ്ബിയൻസ് മാത്രമല്ല, ഗെയ്സ് ആയാലും ബൈസെക്സ് ആയാലും ഒരുത്തണ്ട് ഓനെ ചെവി കട്ട് ചെയ്തിട്ട് പുരികം പഠിച്ചാൽ, പുരികം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അനുഗ്രഹം എത്രയെന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, ആളെ തിരിച്ചറിയില്ല, അല്ലേ? പുരികം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കോലാകുക. 2 ചെവി കട്ട് ചെയ്തെടുത്തിട്ട് പുരികം പഠിച്ചിട്ട് ഓൻ പറയാണ് ഞാന് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളാണ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ് ആണ്. അതാണ് മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം എന്റെ ചോയ്സ് ആണ്. അത് ഏത് കോലത്തിലാകണം ആകണ്ടെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലേ? ഞാനിപ്പോ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ ആകാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ യൂട്യൂബ് എടുത്ത് ഹ്യൂമൻ ഡോഗ്സ് ഇൻ UK എന്ന് അടിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ നായകൾ UK, യു ക്യാൻ സീ മോർ ദാൻ 10,000 ഡോഗ്സ് ആർ ദർ, ഹ്യൂമൻ ഡോഗ്സ് ആർ ദർ. അല്ലേ? 10,000-ലധികം മനുഷ്യ നായകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആളുകൾ ഹൈപ്പർ മാർക്കറ്റ് പോണ സമയത്ത് ഈ നായകളായിട്ട്, മനുഷ്യൻ നായന്റെ രൂപത്തിലായിട്ട്, എന്നിട്ട് അവരായിട്ട് അഭിമുഖം, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇതാകാൻ ആഗ്രഹിക്കണം. മനുഷ്യ നായകളായിട്ട് മനുഷ്യരുടെ കൂടെ ജീവിക്കുകയാണ്, അല്ലേ? അപ്പൊ ഇതെന്താ, മനുഷ്യർക്ക് എന്തോ ആകാം, ആരും അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള നിലക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. എങ്ങനെ ഉണ്ടാകും? അപ്പൊ ഈ ജാതി ആശയങ്ങൾ നമ്മൾ നിർമ്മിച്ച വീട്ടിൽ, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത റൂമിൽ, നമ്മൾ വാങ്ങിക്കൊടുത്ത് ഫിറ്റ് ചെയ്ത AC-യുടെ തണുപ്പിൽ നമ്മുടെ മക്കൾ ഈ മൊബൈൽ ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകള്, കാഴ്ചകള്, സൗഹൃദ വലയങ്ങൾ, ബന്ധങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് കിട്ടുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്താണ്? അത് അവരിൽ എന്തൊക്കെ സ്വാധീനമുണ്ടാക്കും? വിശ്വാസത്തിൽ, അനുഷ്ഠാനത്തിൽ, ആചാരത്തിൽ, മൊറാലിറ്റിയിൽ, മോഡസ്റ്റിയിൽ, ധാർമ്മികതയിൽ, സദാചാരത്തിൽ, ബന്ധങ്ങളിൽ, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെ? കാരണം വീട്ടിനകത്ത് ഉള്ള ആളുകളുമായി അറ്റാച്ച്മെന്റ് ഇല്ല, EQ, ഇമോഷണൽ കോഷ്യന്റ്, വൈകാരിക തല ബന്ധങ്ങളില്ല. എന്നാൽ നമ്മൾ IQ, ഇന്റലിജന്റ് കോഷ്യന്റ് ഉഷാറാണെന്ന് പറയും. അപ്പൊ ഈ ഇമോഷണൽ കോഷ്യന്റ് ഉള്ള SQ, സ്പിരിച്വൽ കോഷ്യന്റ്, ആത്മീയ തലമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ കേമന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണല്ല. കാരണം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉമ്മയോട് സംസാരിക്കുന്ന, ഉപ്പയോട് സംസാരിക്കുന്ന, സഹോദരനോട് സംസാരിക്കുന്ന, സഹോദരിയോട് സംസാരിക്കുന്ന, അതിന് സമയം കണ്ടെത്തുന്ന, സന്നദ്ധത കാണിക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മുടെയൊക്കെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ നമ്മളുടെ വീടിന്റെ അന്തരീക്ഷമൊക്കെ നോക്കിയാൽ സിറ്റ് ഔട്ടിൽ ഇരുന്ന് വാപ്പയും ഉമ്മയും, അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നാലും പാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് റിലാക്സ് ചെയ്ത് എല്ലാ ഭാണ്ഡക്കെട്ടുകളും തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സഹനം കാണിക്കുന്ന, ക്ഷമ കാണിക്കുന്ന, കാഴ്ചപ്പാട് കാണിക്കുന്ന എത്ര പേര് നമ്മുടെ കുടുംബത്തിലുണ്ട്? ടീനേജ് പ്രായത്തിലുള്ള, ബാല്യപ്രായത്തിലുള്ള, കൗമാരപ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ അതിന് കിട്ടുന്നുണ്ടോ? അവർക്ക് മനസ്സ് തുറക്കാൻ കഴിയുന്നുണ്ടോ? പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവരുടെ വളർച്ച, അതിനനുസരിച്ച് അവരിലുണ്ടാകുന്ന വേരിയേഷൻസ്, അവർ നമ്മളുമായുള്ള അവരുടെ അറ്റാച്ച്മെന്റ് പുനഃപരിശോധിക്കണ്ടേ? ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ്. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്, വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ. പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം വിശകലനം ചെയ്യുന്ന ഭാഗമാണ് 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ വെളിച്ചം പദ്ധതി, ഖുർആനിന്റെ ആശയ പഠനം അതൊക്കെയാണല്ലോ. ആശയം പഠിക്കുമ്പോൾ എന്താ കിട്ടും? ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്ത മെസ്സേജുകളാണ്. ശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെയാണ്, ഓരോ ഭാഗം. അപ്പൊ അതിലിപ്പോ സൂറത്തുൽ ഫുർഖാനാണ് 114 അധ്യായങ്ങൾ, 6000-ൽ പരമായത്തുകൾ, 30 ജുസ്, 96-ാം അധ്യായം സൂറത്തുൽ അലക്കിന്റെ ആദ്യ ഭാഗത്ത് അവതരിക്കപ്പെട്ട അലക്ക് എന്ന അധ്യായത്തിൽ 5 ആയത്തുകൾ, അതാണ് പ്രാരംഭം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് മുതൽ തുടങ്ങി പിന്നെ 114 അധ്യായങ്ങളിലായി 2 ഏടുകൾക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ട വിവിധ അധ്യായ ആയത്ത് ആശയങ്ങളിലൂടെ കണ്ണും കൽബും ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ വിഷയങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത്
പടച്ച റബ്ബിന് വിധേയപ്പെട്ട ഇബാദുർ റഹ്മാൻ അവരുടെ ശൈലിശീലങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഒക്കെ ചർച്ച ചെയ്യാൻ അതിൽ അവർ പ്രാർത്ഥന നിർവഹിക്കും. ആ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, വല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ ഖുർറത അയ്ൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമെന്ന. ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ കിട്ടണ്ടേ, കൺകുളിർമ കിട്ടണം എന്നാണ്. കാരണം ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലെ ലൈഫിൽ കൺകുളിർമ കിട്ടുന്നതാണ്. നമ്മൾ ദാമ്പത്യത്തിലേക്കാണ്ട് കടന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാമ്പത്യം സമൂഹത്തിൽ അതിന്റെ തുടക്കത്തിന് പല കണ്ടീഷനും കടന്നു വരും. അതിനെ കടത്തി വെട്ടിക്കൊണ്ട് അതിന്റെ സ്പിരിച്വൽ കണ്ടീഷനോട് നീതി പുലർത്തി കഴിഞ്ഞാൽ ഖുർറത അയ്ൻ കിട്ടുമെന്നാണ്. നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ കുടുംബ മഹിമ വരും, സമ്പത്തിന്റെ കനം ചർച്ചക്ക് വരും, സൗന്ദര്യവും കണ്ടീഷനായി വരും. പാടെ അതെല്ലാം മാറ്റിവെക്കണമെന്ന് മതം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ദ ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് പ്രിഫറൻസ് ഗോസ് ടു സ്പിരിച്വൽ ആസ്പെക്ട്, അഥവാ ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ സ്വീകരിക്കണം, ദീനുള്ളവനെ സ്വീകരിക്കണം. ലഫിറ എന്ന അറബി പദത്തിന്റെ അർത്ഥം ജയിച്ചു എന്ന. ഫൽഫർ അത് വഴിക്ക് നീ വിജയിക്കണം, ഫിഅലു അംറൻ നീ വിജയിക്കണം, അല്ലേ? ഏതാ വിജയം? രണ്ട് ലോകത്തും നീ വിജയിക്കണം എന്നാ. രണ്ട് ലോകത്തും, ഇവിടുന്ന് മാത്രമല്ല അവിടെയും വിജയിക്കണം. നമ്മുടെ ഇണകൾ അവിടെ ഉണ്ടാകുന്ന, ഇതവിടെ അവിടെ ഉണ്ടാവോ, അങ്ങനെ ചിന്തിക്കണം, മനസ്സിലായില്ലേ? ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും ദീൻ അനുസരിച്ചായി കഴിഞ്ഞാൽ അവിടേക്ക് പറ്റുന്ന കോല രൂപത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ ഉണ്ടാകുന്ന വല്ലാത്തൊരു ജീവിത. സൂറത്ത് യാസീനിലാണ് എന്റെ ഓർമ്മ, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അല്ലേ? അവരും അവരുടെ ഇണകളും കോർണീഷിൽ പോയി ഇങ്ങനെ ഇരിക്കാന്നല്ല. സ്വർഗത്തിലുണ്ട് ചില കോർണീഷുകൾ, മനസ്സിലായില്ലേ? സ്വർഗത്തിലുണ്ട് ചില ഇരിപ്പിടങ്ങള്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം, ഒരു ടെൻഷൻ, ഒരു പ്രയാസം, ഒരു അസുഖം, ഒരു നൈരാശ്യം, ഒരു സ്ട്രെസ് ഒന്നും ഉണ്ടാകൂല. വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് റിലാക്സേഷൻ ആൻഡ് എൻജോയ്മെന്റ്. ഇവിടെ നേരത്തെ കാലത്ത് PSC കിട്ടി ദാമ്പത്യത്തിന്റെ ഊഷ്മളത വറ്റി വരണ്ട് പോയിട്ടുണ്ടാകും. നിങ്ങൾ വിചാരിച്ച PSC അല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആ PSC. അപ്പൊ ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ അവിടെ പരിഹരിക്കപ്പെടും. നമ്മൾ പാലിയേറ്റീവിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹോം കെയറിന് പോണ സമയത്ത് സഹധർമ്മിണി ആക്സിഡന്റ് സംഭവിച്ച പ്രിയതമനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാതെ സാധ്യത ഉണ്ടായിട്ട് മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ കൂടെ പൊറുക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും വിട്ടഭാഗം പൂരിപ്പിക്കപ്പെടുമോ ഈ ലോകത്തില്ല. എന്നാൽ അവർ നിരാശപ്പെടണോ? വേണ്ട. കാരണം നമസ്കരിക്കുന്ന സമയത്ത് ഈച്ച് എവരി പേഴ്സൺ, ഇമാം ഓർ മൗമു, മെയിൽ ഓർ ഫീമെയിൽ, ഗേൾ ഓർ ബോയ്, ഷുഡ് ബി റിസൈറ്റ് ദർ സൂറ ഫാത്തിഹ ഓതണം. അതിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ, കണ്ടോ? അതുകൊണ്ട് അള്ളാഹിനെ സ്തുതിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പാപ്പാന്റെ മയ്യത്താവും നിസ്കരിക്കുക, ഉമ്മാന്റെ മയ്യത്താകും, മക്കളുടെ മയ്യത്താകും, എന്നാൽ അള്ളാഹിനെ സ്തുതിക്കണം സൂറത്തുൽ ഫാത്തിഹയിൽ. കാരണം അതിലെന്തുണ്ട്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. ഇവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവിടെ കിട്ടാനുണ്ട് എന്നാണ്. അപ്പൊ ഞങ്ങൾ വന്ന ഒരു വിഷയം MTQ മർക്കസ് തഹ്ഫീദുൽ ഖുർആന്റെ അവിടെ പോയി അടുത്തൊരു കുട്ടി ഹാഫിളായി. 5-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ പിതാവ് നഷ്ടപ്പെട്ടതാണ്. അല്ല, 5-ാമത്തെ വയസ്സായിരിക്കുമ്പോ ആ കുട്ടിയെ ഹിഫ്ള് സ്ഥാപനത്തിലേക്ക് ചേർത്തണമെന്നുള്ള ചർച്ച ആ ഉമ്മയും ഉപ്പയും നടത്തുകയാണ്. സൗദിയിൽ വർക്ക് ചെയ്യുന്ന പിതാവാണ്. അങ്ങനെ മോനോടെ ചേർത്തെന്ന് പറഞ്ഞാൽ പിതാവ് ആക്സിഡന്റ് ആയി മരിക്കുകയാണ്. അപ്പൊ ഈ അടുത്ത് കാമിലായിട്ട് ആ കുട്ടി ഹാഫിളായി മാറി. ആ ഉമ്മയടക്കമുള്ള ആ സദസ് കരയാണ്. കാരണം ഉപ്പാന്റെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ടെൻഷനില്ല. വിച്ച് മീനിങ് എന്തുണ്ട്? മാലിക് യൗമിദ്ദീൻ, കണ്ടുമുട്ടാനുള്ള അവസരം അള്ളാഹ് നൽകിയിട്ടുണ്ട്. അള്ളാഹു കണ്ടുമുട്ടാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടതല്ല, അതൊക്കെ വീണ്ടെടുക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടി. നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ആളുകൾ 12 മണിക്കൂർ ഉരുൾപൊട്ടി, 2 മണിക്കൂർ ഉരുൾപൊട്ടി, ഒരു 2 ഗ്രാമം ഒന്നാകെ ഒന്നുമല്ലാതായി തീർന്നു. ഗസയിൽ അവസ്ഥകൾ നഷ്ടപ്പെട്ട ആളുകൾ. ഒരു കുടുംബത്തിലെ ഞാനൊരു റിപ്പോർട്ട് വായിച്ച അൽഷിഫ ഹോസ്പിറ്റലിൽ അവിടുത്തെ വനിതാ ഡോക്ടറുടെ 10 മക്കളിൽ 9 മക്കളും കൊല്ലപ്പെടാൻ. ആ ഡോക്ടറുടെ മുന്നിലേക്ക് തന്നെ എന്ത് ചെയ്യാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരം വരിക. വീട്ടിലാക്കിയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് വന്നതാണ്, സർവീസ് ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മിനിറ്റുകൾക്കകം വരുന്നത് എന്താ? ഈ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് വരികയാണ്. എവിടുന്നാ നികത്തപ്പെടുക? ഫാത്തിഹ ഓതുന്നുണ്ട് എങ്കിൽ, നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട്. അപ്പൊ പരലോകത്ത് പരിഹരിക്കപ്പെടും. പറഞ്ഞു വരുന്നത് കുടുംബ ജീവിതത്തിന്റെ തുടർച്ച. അതാണ് മീസാക്കൻ ഖലീല എന്ന് പറഞ്ഞാൽ ഇഹലോകത്തേക്ക് മാത്രമുള്ള കരാറല്ല, അനശ്വര കരാറാണ് ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറയുന്നത്. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, സ്വർഗത്തിലെ സ്വർഗീയ ആരാമ സോഫകളിൽ ചാരിയിരുന്ന് ആനന്ദിക്കുന്നവരായിരിക്കും. ലികുല്ലി മാ യദ്ഉൻ, എന്താണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അവർക്ക് അവിടെ ലഭിക്കുന്നതാണ് എന്ന്. പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫൽഫർ ബിദാത്തി ദീൻ അനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയണം. അങ്ങനെ കുടുംബ ജീവിതത്തിന്റെ
കെട്ടുറപ്പ് ഭദ്രമാക്കാൻ കഴിയണം. അതിന് പറ്റിയ ഇണകളായി മാറുവാൻ പ്രവാചകൻ പറഞ്ഞില്ലേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബുൻ ഷാക്കിർ, നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം, വലിസാനുൻ ദാക്കിർ, എനി ടൈം ഓർ എനിവേർ, എവിടെയാകട്ടെ ഏത് സമയത്താകട്ടെ, രഹസ്യ പരസ്യമോ സുഖദുഃഖമോ ആശ്വാസമോ അതല്ല പരീക്ഷണമോ എന്തായി കഴിഞ്ഞാലും വലിസാനും ദാക്കിർ, സദ്വിചാരത്തോടെ സംയമനത്തോടെ പടച്ച റബ്ബിനെ ഓർക്കാനും സ്തുതിക്കാനും പറ്റുന്ന അവസ്ഥ. അതാണ് ലിസാനും ദാക്കിർ എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ വെളിച്ചം പ്രഭാഷണത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. ചേന്നരയിലുള്ള 8 വർഷത്തിന് ശേഷം, ദാമ്പത്യത്തിൽ 8 വർഷത്തിന് ശേഷം ജനിച്ച കുഞ്ഞ് പിന്നീട് 10, 18, 20 ഡിഗ്രി ചെയ്യുന്ന പ്രായത്തിൽ ആക്സിഡന്റ് സംഭവിച്ച് വീണ് ആ വീട്ടിലേക്ക് പോയി 10-75 ലക്ഷം രൂപ ഒക്കെ ചെലവഴിച്ച് 3/4 കോടി രൂപയുടെ ചികിത്സ നടത്തി പ്രതിമാസം ഏകദേശം 1 ലക്ഷം രൂപയോടുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പ മോനോട് പറഞ്ഞ വീട്ടിലത്തെ ചെലവ് ഞാൻ നോക്കിക്കോളേജ്, മോളെ ചികിത്സന്റെ ഒപ്പിച്ചാൽ മതിയെന്ന്. തിരൂര് തരക്കടില്ലാത്തൊരു സ്ഥാപനം നടത്തുക. പക്ഷെ അവിടെ ഈ ലിസാനും ദാക്കിർ, അല്ലാഹുവിനെ ഓർക്കുക. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുക, എന്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. ലിസാനും ദാക്കിർ, അള്ളാനെ ഓർക്കുക. അതേപോലെ പിന്നെ പറഞ്ഞു വസൗജത്തുൻ സാലിഹ, സ്വാലിഹത്തായ ഒരു സഹധർമ്മിണി, തുഈനുക അലാ അംരി ദുനിയാക വദീനക ഖൈറു മഖ്തലസന്നാസ്, എന്താണോ മനുഷ്യർ ഈ ലോകത്ത് ശേഖരിച്ച് സമാഹരിച്ച് വെക്കുന്നത്, സ്വരുക്കൂട്ടി വെക്കുന്നത് എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം ഹലാലായ മാർഗത്തിലാണെങ്കിൽ അതോടൊപ്പം ഒരു മനുഷ്യൻക്ക് ലഭിക്കുകയാണ് എന്ത്? ഒരു സഹധർമ്മിണി. നിന്റെ ദീനിന്റെയും ദുന്യാവിന്റെയും വിഷയത്തിൽ സഹകരിക്കുന്ന ഒരുത്തിയെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. വലിയ തൗഫീഖാണ്, വലിയ തൗഫീഖാണ്. ഈ കിട്ടിയത് ആ കോലത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എത്തിക്കാനുള്ള ശ്രമം നടത്താം. മനസ്സിലായില്ലേ? കിട്ടിയത് ആ കോലത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ നിരാശപ്പെട്ട് എവിടെ കിടക്കുന്ന ആലോചിക്കണ്ട. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജനാധിപത്യ രൂപത്തിലൊക്കെ ചർച്ച നടത്തി ഒന്നുകൂടി നമുക്ക് ദാമ്പത്യം ആസ്വദിക്കണ്ടേ, കുടുംബജീവിതം ആസ്വദിക്കണ്ടേ, മക്കളൊക്കെ വളരെയല്ലേ. ഇന്നത്തെ കാലം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങൾ പലതും ഇല്ലേ. ഒന്ന് മെച്ചപ്പെടുത്തി എടുത്താലോ എന്ന രൂപത്തിൽ നമ്മുടെ പ്രയത്നം, പ്രാർത്ഥന, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇടപെടൽ, അതേപോലെ തന്നെ കൂടിയാലോചന, വിനയം കൊണ്ടും വിട്ടുവീഴ്ച കൊണ്ടും സ്നേഹം കൊണ്ടും ലോകത്തെ കീഴടക്കാൻ കഴിയണം. അതിനെന്ത് വേണം? ദാമ്പത്യം, കുടുംബം, മക്കൾ, അവരൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. എന്നാൽ ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയലെന്താ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താളാ, വാപ്പാക്ക് പ്രായമായില്ലേ, ഏതായാലും കെട്ടിക്കുടുങ്ങിയില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ ഒപ്പിച്ചാളാ എന്നൊക്കെ പറയാം. ആ കാപട്യം കലരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിനോ ഇസ്ലാമിക പ്രമാണങ്ങൾക്കോ പരിചയമില്ല. സൈക്കോളജിസ്റ്റുകൾ അത് പറയും, ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്, അതിനൊരു ഇമ്പം കിട്ടൂല. ബട്ട് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ്. മനസ്സിലായില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളലും അതേപോലെ തന്നെ തിരിച്ചറിവുമാണ് ജീവിതം. അതിന്റെ പരമ്പരയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. എന്താ തിരിച്ചറിയ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞാൽ എന്റെ ഇണ, അവളുടെ അക്കാഡമിക് നിലവാരം, അവളുടെ മോറൽ നിലവാരം, ഖുർആനുമായുള്ള അറ്റാച്ച്മെന്റ്, അനുഷ്ഠാന മുറയോടുള്ള ആഭിമുഖ്യം, വകതിരിവ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവുണ്ടാകണം. വിചാരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തണം. അങ്ങനെയാ. അതിനനുസരിച്ചുള്ള നല്ല നല്ല ശ്രമങ്ങൾ നടത്തിയിട്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഓരോരുത്തരുടെ കുടുംബജീവിതത്തിൽ അങ്ങനെ, ഇപ്പൊ ഭർത്താവായിരിക്കാം, ഇപ്പൊ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം, ആരും ആയിരുന്നാലും പിന്നെ എല്ലാ ആളുകളും വ്യത്യസ്തരാണ്, വിഭിന്നരാണ്. ഒരു വാപ്പാക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും അക്കാഡമിക് ആയിട്ടും മോറലായിട്ടും 5 തലങ്ങളിലായിരിക്കും. 5 മക്കളുണ്ടെങ്കിൽ ദീനീപരമായിട്ടും 5 നിലവാരത്തിൽ, പഠന നിലവാരത്തിലും 5 നിലവാരത്തിലായിരിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യലാണ്? മെച്ചപ്പെടുത്തി കൊണ്ടുവരല, മനസ്സിലാക്കാൻ. അതിന് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. സമ്പത്തല്ല നമ്മുടെ കുടുംബജീവിതത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ടത്. സമയത്തിന്റെയും സ്നേഹത്തിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെ അഭാവമാണ് നമ്മുടെ കുടുംബത്തെ മരുഭൂ സമാനമായ വരൾച്ചയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേനലാകുമ്പോൾ ഈ കനാലിലും പുഴയിലും കിണറിലും നദിയിലുമൊക്കെ വറ്റി വളരും, വെള്ളമില്ലാതാകും. എന്നാൽ അതിനേക്കാൾ വേഗത്തിലാണ് സ്നേഹവും കാരുണ്യവും ബഹുമാനവും ഒക്കെ മനസ്സുകളിൽ നിന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയണം. അതിന് ജീവിതം മനസ്സിലാക്കാൻ കഴിയണം. ഭാര്യ ആരാണ്, ഭർത്താവ് ആരാ, മക്കളാരാണെന്നൊക്കെ. ഹാഫിസ് മുഹമ്മദ് സാറുണ്ട്, കൗൺസിലറാണ്. വനിതാ മാസികയിൽ എഴുതിയ പങ്ക്തിയിൽ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ ചർച്ച ചെയ്യാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, എന്റെ അടുത്തേക്ക് ഇപ്പൊ ദാമ്പത്യത്തിൽ 15 വർഷം പിന്നിട്ട ദമ്പതികൾ വരിക. എന്നിട്ട് രണ്ട് പിന്നെ ആളുകളെ വേർതിരിച്ച് സംസാരിച്ച സമയത്ത് ഈ പെണ്ണ് പറയാണെന്ത്, ഇയാളുടെ കൂടെ 15 കൊല്ലായി പൊറുക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇയാൾ എന്താണ് ഐറ്റം ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അല്ലേ? എന്താണ് ഇയാൾ ആളെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതാണ് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല, മനസ്സിലാക്കണം, താറുഫ് ഉണ്ടാകണം, തിരിച്ചറിയാൻ കഴിയണം. എന്റെ പ്രിയതമനാണ്, എന്റെ പ്രിയതമയാണ്, അവരോട് നിർവഹിക്കേണ്ടത് എന്താണ്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധം ഉണ്ടാകണം.
ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് ഇത് കൊടുക്കേണ്ടതും കൺവേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഹദീസുകൾ കൃത്യമായി പറഞ്ഞു. ഇമ്പുണ്ടാകാനും നിങ്ങൾ എന്ത് ചെയ്യണം? വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. ഖുർആൻ 4-ാം അധ്യായം നിസാ ആണെന്നാണ് എന്റെ ഓർമ്മ. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ അവരോട് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം വർത്തിക്കേണ്ടത് എന്ന് പറയാം. നല്ല രൂപത്തിൽ വർത്തിക്കണം. അതേപോലെ തന്നെ പിന്നെ പ്രവാചകന്റെ ഹദീസിലും പറഞ്ഞു, ദ ബെസ്റ്റ് എമംഗ് യു, നിങ്ങളിലെ ഉത്തമർ ആരാണ്? ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങൾക്ക് സ്വന്തം ഇണയോട് സ്വന്തം കുടുംബത്തോട് വലിയിൽ നിന്ന് ഒരു പിതാവിന് സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയതാ. ആ ബോധം നമുക്ക് ഉണ്ടാകണം, അല്ലേ? ആ ബോധം നമ്മുടെ ജീവിത പരിസരം അതേ രൂപത്തിൽ തന്നെയാണ്. എന്നാൽ വന്നവൾ അങ്ങനെയല്ല. അവൾ പലതിനെയും ആങ്ഷ്യസോടെ ആകാംക്ഷയോടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു പോയി മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ മകൻ ആ രൂപത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്നവർ അതൊക്കെ ആലോചിച്ച് ചിന്തിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, പിന്നെ പറിച്ച് നടപ്പെടുന്ന ചെടിയും സസ്യത്തിനുമാണ് കൂടുതൽ വെള്ളവും വെളിച്ചവും വളവും ആവശ്യമുള്ളതെന്നാണ്. പറിച്ച് നടപ്പെടുന്നവൾ അവളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കണം. എന്നിട്ട് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭർത്താവിന് ഒരു പ്രിയതമന് അസ്സൗജു വസ്സൗജ എന്നാണ്. ഭർത്താവ് ഭാര്യ എന്നുള്ള പദപ്രയോഗം തന്നെ ഇല്ല. കാരണം ഭർത്താവ് എന്ന് പറഞ്ഞാല് ഒരു അതീശത്വം ചെലുത്താനുള്ള ഒരു അംഗീകാരം സാമൂഹികമായി നൽകപ്പെടുന്നവൻ എന്നൊരു ധ്വനി അതിലുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുന്നവൾ എന്നുണ്ട്. എന്നാൽ അസ്സൗജു വസ്സൗജ എന്നാണ് ഇണയും തുണയുമായി ജീവിക്കുന്നവർ എന്നാണ്. എത്ര മനോഹരാണ് ഇണയും തുണയും. 78-ാം അധ്യായം സൂറത്തുൻ നബയിലും നിങ്ങളെ നാം ഇണകളായി അസ്വാജ, ഇണകളായി സൃഷ്ടിച്ചില്ലേ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ 30-ാം അധ്യായം സൂറത്തു റൂമില് ഇണകളായി സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. ഇണകളാണ്, ഇണകളും തുണകളുമായി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ നിങ്ങൾ ഒന്നായവരാണ്. അപ്പൊ ഒന്നാകുമ്പോ ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, ഏറ്റവും നല്ല രൂപത്തിൽ മാന്യമായിട്ടായിരിക്കണം പെരുമാറേണ്ടത് എന്ന് പറയാം. ആൾക്കൂട്ടങ്ങളിൽ അരങ്ങ് തകർക്കുന്നവരുണ്ട്, ബിസിനസിന്റെ കരവിരുതുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രഹസ്യമായി പരോക്ഷമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയിൽ നിന്ന് സ്വീകരിച്ചവളോട് ഏറ്റവും നല്ല സ്വഭാവ സംസ്കാരത്തിൽ പെരുമാറാൻ കഴിയുന്നവർ ആരാണോ അവരാണ് സ്പിരിച്വൽ ഡെഫിനിഷൻ അനുസരിച്ച് ദ ബെസ്റ്റ് എമംഗ് യു, നിങ്ങളിലെ ഉത്തമർ എന്ന് പറയുന്നത്. എനിക്കതിന് കഴിയുണ്ടോ? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇണയോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി എന്ന് പറയാം. ഇതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. ഇതാണ് വീട്ടിൽ കാണിക്കേണ്ടത്. ടാങ്കിയിലുള്ള വെള്ളമാണ് പൈപ്പിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ എന്തുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തോട് പിന്നെ ആഭിമുഖ്യം കാണിക്കാത്തത്? 20 വയസ്സാകട്ടെ, സെൽഫ് സഫീഷ്യന്റ്, ഒറ്റക്കാലിൽ നിൽക്കട്ടെ, സ്വയം പര്യാപ്തം, ഞാൻ നിൽക്കലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? 25 വയസ്സ് 27 വയസ്സ് ജോലി കിട്ടിയിട്ടേ കല്യാണമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നല്ലതൊക്കെ തന്നെയാണ്, പഠനം വേണം, വിദ്യാഭ്യാസം വേണം, എല്ലാം വേണം. പക്ഷെ എല്ലാം കിട്ടിയിട്ടേ അങ്ങനെ സെക്യൂരിറ്റി അങ്ങനല്ല. ഇതൊന്നായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സെക്യൂരിറ്റി ആയി തീരാണ്. പക്ഷെ ഇത് അവർക്ക് അനുഭവേദ്യമായി തീരുന്നില്ല. കാരണം വാപ്പാനിമാനി നോക്കുമ്പോൾ പഠിച്ചാൽ ഇതേപോലെ വല്ല ഐറ്റാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുടുങ്ങിയല്ലോ. അപ്പൊ ആ കിട്ടുന്ന ഐറ്റം കുറച്ച് ടൈം എടുത്താലും അതുവരെ നല്ലപോലെ സ്വതന്ത്രമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാമല്ലോ എന്ന് നമ്മുടെ വീടിനകത്തുള്ള ദാമ്പത്യം കണ്ട് ദാമ്പത്യ ജീവിതത്തിനടക്കുള്ള പറച്ചില്, സംസാരങ്ങൾ, സഹവാസങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അല്ലേ, അങ്ങനെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ നെഗറ്റീവ് ആകാൻ പാടില്ല, പോസിറ്റീവ് ആകണം. അതിനും ഇസ്ലാം ഇടപെട്ടു. നിങ്ങൾ വളരെ മനോഹരമായി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കൈ കൊടുത്ത് സലാം പറയാ. കൈ കൊടുത്ത് ഭാര്യയും ഭർത്താവും കൈ കൊടുത്ത് സലാം പറയുമ്പോ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ പാപങ്ങൾ പൊറുക്കപ്പെടാണ്. നിങ്ങൾ ഇതൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നിങ്ങള് പിന്നെ വീട്ടിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുക? കൈ കൊടുത്ത് സലാം പറയും. ഇപ്പൊ നീ ക്ലാസ് കേട്ട ആവേശത്തിൽ പോയി കൈ കൊടുക്കണ്ട, മനസ്സിലായില്ല. അപ്പൊ വിചാരിക്കും എന്തോ ഒരു കുറവുണ്ടായിരുന്നു, ഭക്ഷണം കൂടിയോന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫളുഫർ ബിദാത്തി ദീൻ എന്നുള്ള നിക്കാഹുത്തുബൊക്കെ കേട്ടിട്ടും ദീന് നോക്കിയിട്ടും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സമൂഹം കല്യാണം കഴിപ്പിച്ചു തന്നാൽ പിന്നെ കല്യാണം കഴിച്ച രണ്ടാളെ ബാധ്യതയാണ് ഈ ജാതി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തിനുണ്ടാക്കുക? ബന്ധം ഊഷ്മളാകാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അത് പിന്നെ ഏതെങ്കിലും കൗൺസിലിംഗ് റൂമിൽ പോയിട്ടാ കിട്ടില്ല. ടച്ചിങ് വേണം. ടച്ചിങ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പർശനാണ് ബന്ധത്തെ ഗാഠമാക്കുന്നത്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ടച്ചിങ് അത്യാവശ്യം. നമുക്ക് ടച്ചിങ്ങിന്റെ അവിടെ മാങ്ങയിലും പിന്നെ സാംസങ്ങിലും ആപ്പിളിലൊക്കെ ആയിട്ട് ഇത് ടച്ചിങ് ആണ്. ബെഡ്റൂമിലേക്ക് എത്തി 2 ഭാഗത്തേക്കും തിരിഞ്ഞു കടന്ന് വീണ്ടും LKG മുതലായി കോളേജ് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. മറ്റാൾ ബിസിനസിന്റെ മെസ്സേജാ. ഇതൊന്നും അങ്ങോട്ട് തിരിയോ നോക്കുമ്പോൾ എവിടെ വീട്ടിൽ തിരിണില്ല. രണ്ടാളും ഷട്ട് ഡൗൺ ആയിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി പോവുക. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടച്ചിങ്ങില്ല, ഒരു സ്പർശനില്ല. സൗദിയിലെ ഒരു സോഷ്യൽ റിഫോമർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫഹദ് അൽ കന്ദ്രി അല്ല, അഹമ്മദ് അഷഖീരി എന്നാണ്. അപ്പൊ അദ്ദേഹം നടത്തിയൊരു ഗെയിമാണ് ഇവിടെ അൽഫിത്ര സ്കൂളുകൾ, പ്രീ സ്കൂളുകളിലൊക്കെ പലപ്പോഴും നടത്താറുള്ളത്. ഈ ടച്ചിങ് എത്രത്തോളം ഉണ്ട്, അഥവാ പിന്നെ ബന്ധങ്ങളില് ഉമ്മയും കുട്ടികളൊക്കെ തമ്മിലുള്ള അറ്റാച്ച്മെന്റിന്റെ ഒരു ഗെയിം എക്സാമ്പിളുകളാണ്. കുട്ടികളുടെ കണ്ണ് കെട്ടിയിട്ട് ഉമ്മമാരെങ്ങനെ ഇരുത്താൻ,
ആ ഇരുത്തിയിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്യാൻ ഉമ്മമാരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്വന്തം ഉമ്മയാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ കെട്ടിപ്പിടിക്കണം എന്നുള്ളതാണ് ആ ഗെയിം. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ പല ഉമ്മമാരും വിജയിക്കുന്നുണ്ട്, ചില ഉമ്മമാരൊന്നും വിജയിക്കണില്ല. ഇവിടെ ഇപ്പൊ ആ ഗെയിം നടത്തിയ എന്തായിരിക്കും അവസ്ഥകളെ, കുട്ടികൾ ചെറിയ മക്കളെ കണ്ണൊക്കെ കെട്ടിയിട്ട് നിങ്ങളുടെ 10 ഉമ്മമാരങ്ങനെ ഇരുത്തുകയാണ്. അങ്ങനെ ഇരുത്തുന്ന സമയത്ത് ആ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ ഉമ്മാനെ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മയാണ് അതെന്ന്. അപ്പൊ ചില ഉമ്മാർക്ക് പറയും എന്റെ അടുത്ത് നിന്നാ മതി, എന്റെ മകള് അല്ലെങ്കിൽ എന്റെ മകൻ എന്നെ തിരിച്ചറിയും, അത്ര അധികം അറ്റാച്ച്മെന്റ് എന്റെ മക്കളുമായി എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റും. അതല്ല എന്നെ ടച്ചിങ് ചെയ്താലും ടച്ചിങ്ങിലൂടെയും മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിൽ അടുത്ത ഉമ്മമാരിലേക്ക് പോവുക അല്ലെ. അപ്പൊ ടച്ചിങ് വേണമെന്നറിയാം. അപ്പൊ ഇത് പ്രവാചകന് കുട്ടികളെ ചുംബിച്ചിരുന്നു, ഒട്ടകമായി കളിപ്പിച്ചിരുന്നു, അതേപോലെ തന്നെ കൈ കൊടുത്ത് സലാം പറഞ്ഞിരുന്നു. ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാം. അതാ ഞാൻ പറഞ്ഞ ഞാൻ ആമുഖത്ത് പറഞ്ഞത് എല്ലാം ഈ ദീനിലുണ്ട്, പ്രവാചകനുണ്ട്. പ്രവാചകനേക്കാൾ വലിയൊരു മനഃശാസ്ത്ര വിശാരദന ഈ ലോകം കണ്ടിട്ടില്ല. പ്രവാചകനേക്കാൾ വലിയൊരു പ്രിയതമൻ ഈ ലോകം കണ്ടിട്ടില്ല. വിനയത്തിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയുമാണ് ദാമ്പത്യ കുടുംബ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുകയല്ല പ്രവാചകൻ ചെയ്തത്, ജീവിതം കൊണ്ട് പ്രാക്ടിക്കലാക്കി കാണിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ കുടുംബ ജീവിത പാഠശാലയുടെ പതിപ്പും അതിന്റെ പകർപ്പും എന്ന് പറയുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതിനിധീകരിക്കുക. അപ്പൊ കൈ കൊടുത്ത് സലാം പറഞ്ഞ അവിടെ ടച്ചിങ്ങും നടക്കും, ആ കൈ കൊടുക്കുന്നതിൽ എല്ലാം ഉണ്ടാകും. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ, ക്ഷേമത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മളെ പള്ളിയിൽ ഔദിന്റെ അവിടുന്ന് എറിഞ്ഞു പിടിപ്പിക്കുക അസ്സലാമു അലൈക്കും എന്നൊക്കെ ഞങ്ങള് ആരോട് ചെയ്യുക, നമ്മുടെ സുഹൃത്തിനോട് വേണ്ടാന്നല്ല, അതൊക്കെ വേണം. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ, ഇതൊക്കെയുള്ള കാരണം വിശ്വാസികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ് സമാധാന ക്ഷേമത്തിന്റെ ഇസ്ലാമിക് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് പറയണം, അത് അപാരമാണ്. ഇതായില്ലേ, മരിച്ച വീട്ടിൽ ചെന്നാൽ അസ്സലാമു അലൈക്കും, യാത്ര പോകുന്ന സമയത്ത് അസ്സലാമു അലൈക്കും, ഹൗസ് വാമിങ്ങിന് ചെന്നാൽ അസ്സലാമു അലൈക്കും. അല്ലെ, സാഡ്നെസ് ആയാലും ഹാപ്പിനെസ് ആയാലും ദുഃഖമായാലും ദുഃഖം മുറ്റി നിന്നാലും സന്തോഷം മികച്ചു നിന്നാലും പറയാൻ പറ്റുന്ന ഗ്രീറ്റിംഗ് ആണ് അസ്സലാമു അലൈക്കും എന്നുള്ളത് അല്ലെ. അല്ലാതെ മരിച്ചു വീട്ടിൽ ഗുഡ് മോർണിംഗ് എന്താവും അവസ്ഥ, സുഖല്ലേ വിചാരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ അപ്പൊ ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് എന്ത് ചെയ്യണം, അപ്പൊ പള്ളിയിൽ നിന്ന് സുഹൃത്തുക്കളോടും കണ്ടുമുട്ടുന്നവരോടും വക്കാലെന്ന് അവിടുന്ന് ഇവിടുന്ന് മാളുന്നൊക്കെ എന്ത് ചെയ്ത് പറയുന്നുണ്ട്. വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യക്കും എന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്തൊരു കുളിരാണ്, എന്തൊരു കുളിർമയാണ് അല്ലേ. നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന്. നമ്മുടെ മക്കള് വരുമ്പോ നമ്മളെ മക്കളോട് സലാം പറയാം. നിഷ്കളങ്ക മനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന മതിയാവും. ചിലപ്പോ ബിസിനസ് ആലോചിച്ച് ഫിക്രായിരിക്കും അല്ലേ, ജോലിന്റെ കാര്യം ആലോചിച്ചിരിക്കാൻ. അപ്പോഴും മക്കൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, പാപ്പ അങ്ങളെ മേലെ അള്ളാന്റെ കാരുണ്യം സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ആ ഒരൊറ്റ പ്രാർത്ഥന മതിയാകും ജീവിതത്തിൽ ക്ലൈമാക്സ് ഉണ്ടാകാൻ. പക്ഷെ ഈ കൾച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലേ, ഈ ഒരു ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, ഇത് നമുക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടത് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കി. അതാണ് തിരിച്ചറിവ്, റിയലൈസേഷൻ, റെക്കഗ്നിഷൻ എന്നൊക്കെ പറയില്ല. അതുണ്ടാകണം എന്നാ പറഞ്ഞത്. പക്ഷെ അതില്ല. പിന്നെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞത് മക്കളൊക്കെ വൈവാഹിക ജീവിതത്തോട് പിന്തിരിപ്പ് നയം സ്വീകരിക്കുന്നതിന്റെ കാരണം വീടിനകത്ത് അതൊരു കോൺക്രീറ്റ് കെട്ടിടാണ്, മറിച്ച് മസ്കൻ സമാധാന സംസ്കാരം വിളയിക്കുന്ന കേന്ദ്രമായി മാറിയിട്ടില്ല എന്നൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിനകത്ത് കൂടുതൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുലു ജമിഅ ഫഇന്ന ഫിൽ ജമാഅത്തി ബറക, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിനൊരു ബറക്കത്ത് ഉണ്ട് എന്നാണ്. അതിന്റെ നിർവചനം വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല, ഓരോരുത്തർക്ക് ആപേക്ഷികമായിട്ട് അനുഭവത്തിലൂടെ കിട്ടേണ്ടതാ. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ്, മെച്ചങ്ങളുണ്ട്. അതിൽ മക്കളൊക്കെ മദ്രസയിൽ വിട്ടൊക്കെ പഠിക്കേണ്ട. പക്ഷെ നമ്മളിങ്ങനെ നിരീക്ഷിക്കുകയാണ്, എന്ത് ഒബ്സർവർ ആയിട്ട് കുട്ടി എവിടുന്നാ കഴിക്കണത്, ആ എലിയെ നിന്റെ അടുത്തുള്ളത് കഴിക്കണം, സെമ്മില്ല ബിസ്മി ചൊല്ലി കഴിച്ചോ, ബിസ്മി ചൊല്ലാൻ മറന്ന് അവിടെ ഒരു സീൻ ഉണ്ടാക്കുക. ബിസ്മി ആരാ മറന്നത്, ബിസ്മി മറന്നാ എന്താ ചെയ്യേണ്ടത്, ബിസ്മില്ലാഹി അവ്വലഹു അല്ലെ, ഇത് ചൊല്ലുണ്ടോ ഇല്ലേ. അങ്ങനെ നമ്മളൊരു സീൻ ഉണ്ടാക്കി ആ കഴിക്കുന്ന രീതി എങ്ങനെയാണ്, വലത് കൈ കൊണ്ട് കഴിക്കണ്ടോ, എന്നിട്ട് അതിന്റെ ഇടക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ളത് ചപ്പാത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ചോറ് എന്താണോ ഉള്ളത് അതെന്ത് ചെയ്യുക, ഭാര്യയുടെ വായിലേക്ക് കൊടുക്കുമ്പോ അതിൽ പുണ്യുണ്ട് എന്ന് പറയാം അല്ലേ. അങ്ങനെ പുണ്യം. അപ്പത്തെ കുട്ടികൾ കാണാം വാപ്പിയും തമ്മിൽ എന്തൊരു സ്നേഹാണ് അല്ലെ, എന്തൊരു പ്രണയാണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അതല്ലേ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. വജഅല ബൈനക്കും, നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് പ്രണയവും റഹ്മത്ത് കാരുണ്യവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഉരുള കൈമാറാൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇന്ന് പോയിട്ട് കൈമാറണ്ട അല്ലേ. അപ്പൊ ഇങ്ങനെ ഇത് എല്ലാതും എന്ത് ചെയ്തിട്ടുണ്ട്, അതാത് ടൈം തുടങ്ങിയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ആക്കി കൊടുക്കുന്ന കാണുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാകും. കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടാകും. അപ്പൊ അവരത് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന. പക്ഷെ ഇന്ന് അങ്ങനത്തെ അന്തരീക്ഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാവരെയും മൊബൈലുകൾ, ടാബുകൾ, ഇജാതി ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് തുരുത്തുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാണുന്നത് കേൾക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. നമ്മുടെ വീടകങ്ങളിൽ ഇസ്ലാമിക് കൾച്ചർ കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തുക. എപ്പോഴാ ഉറങ്ങണത്, എപ്പോഴാ ഉണരേണ്ടത്, ഒരു ധാരണയുമില്ല. അതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചോളണം. ചിലയില്ല നാട്ടിലായാലും എവിടെ ആയിരുന്നാൽ പ്രവാസികൾക്ക് ഉറങ്ങാൻ ടൈം കിട്ടില്ല, ഉറങ്ങാനൊക്കെ ടൈം കിട്ടും. നേരത്തെ കിട്ടാത്തവരുണ്ടാകും, പക്ഷെ ജോലിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ എന്നാലും കിട്ടിയാലും പിന്നെയും നമ്മൾ ഉറക്കം ചെയ്യും,
നഷ്ടപ്പെടുത്തി കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യക്റഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൗമ ഖബ്ല അൽ-ഇശാഇ വൽ കലാമ ബഅദഹാ. ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? യക്റഹു, പ്രവാചകൻ വെറുത്തിരുന്നു ഉറക്കം, അന്നൗമ ഖബ്ല അൽ-ഇശാ, ഇശായിന് മുമ്പ് ഉറങ്ങുന്നതിനെയും ഇശായിന് ശേഷം വെറുതെ ഒന്നുമില്ലാതെ തള്ളി മറിച്ചിരിക്കുന്നതിനെയും, പുതിയ ഭാഷയിൽ മനസ്സിലായില്ലേ, വെറുതെ സംസാരിച്ചിരിക്കുന്നതിനെയും പ്രവാചകൻ വെറുത്തിരുന്നു എന്നാണ്. പ്രവാചകൻക്ക് ഇഷ്ടമുണ്ടായില്ല. പ്രവാചകൻക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണം. അതാണ്. അപ്പൊ നേരത്തെ ഉറങ്ങാം. അപ്പൊ വീട്ടിൽ കുട്ടികളെല്ലാരും എന്ത് ചെയ്യണം? നേരത്തെ ഉറങ്ങാന്നല്ല, ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പടച്ചോ ഇരുട്ടാക്കുന്നത്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വിശാലത, സൂര്യനൊക്കെ അസ്തമിപ്പിച്ച് കളഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാ? വലിയ ലൈറ്റാണ്ട് അവസാനിപ്പിച്ചത്. എന്നിട്ട് നമ്മൾ വേറെ ലൈറ്റ് ആയിട്ട് വരിക. ഇതല്ലേ നമ്മൾ മൊബൈൽ ഈ സ്ക്രീനായിട്ട് വരിക. ഈ സ്ക്രീനായിട്ട് വന്ന് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കി കഴിഞ്ഞാലും പിന്നെ റൂമിലേക്ക് ഈ സാധനം കൊണ്ടുവരാൻ. ഈ സാധനം നമ്മളിപ്പോ പാടത്തൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ കാണാം പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് കൂട്ടിലേക്ക് കൂടണയാൻ പോകുക, വിശ്രമിക്കാൻ പോകാൻ, ചെടികളിലേക്ക്, മരങ്ങളിലേക്ക്, സസ്യങ്ങളിലേക്ക്, വാഴ, ഓല, അങ്ങനെ എന്താണോ ഉള്ളത് പടങ്ങൾ ഈത്തപ്പന ഏത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ കൂമ്പ് വാടിയിട്ട് വിശ്രമത്തിലേക്ക് പോകാൻ. വജഅൽനാ നൗമക്കും സുബാത്ത, ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കിയില്ലേ. വജഅൽനൽ ലൈല ലിബാസ, രാത്രി വസ്ത്രം, മറ, ഇരുട്ടുള്ള രൂപത്തിലാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഉറക്കത്തിലൂടെ വിശ്രമം നേടാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പൊ ഇതൊക്കെ പ്രകൃതി അനുകൂലമാക്കി തന്ന്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഏത് ലൈറ്റ് ഓഫ് ആക്കിയാലും ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ലൈറ്റ്, എന്നിട്ട് ടാബും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കംപ്ലീറ്റ് റൂം കിടന്നിട്ട് അപ്പൊ എന്താ പഠനം, സയൻസ് 1 മണിക്കൂർ മുമ്പെങ്കിൽ ഈ ജാതി സാധനങ്ങൾ മാറ്റി വെക്കണം എന്നൊക്കെയാണല്ലോ ഉറക്കത്തിന് മുമ്പ്. 11 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന 10 മണിക്ക് ഡേറ്റുള്ള ബന്ധം, എല്ലാ കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ട് പിന്നെന്ത് ചെയ്യണം? ഉറക്കം ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള നിലപാടെടുക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതായിട്ട് പോകാണ്. അപ്പൊ ഇതിലെ ബ്ലൂ സ്ക്രീൻ, അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റുകൾ നമ്മുടെ റെറ്റിനയിൽ പതിക്കാൻ, അത് തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയിലേക്ക് എത്തുക. അവിടെ നിന്നാണ് ഉറക്കത്തിന്റെ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത്, മെലാറ്റിൻ ഹോർമോൺ. അത് ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കാൻ ഇതാണ്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉത്പാദിപ്പിക്കപ്പെടൂല. കൂരിരുട്ട്, എത്രത്തോളം ഇരുട്ടുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും? ഉറക്കം കിട്ടും. കാരണം ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ ഇതിന്റെ സയൻസും പാലിക്കണില്ല, അതിന്റെ സ്പിരിച്വാലിറ്റിയും പാലിക്കണം. രണ്ടും പാലിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ആരോഗ്യത്തിന്റെ ആത്മീയത നഷ്ടപ്പെടുകയാണ്, ആത്മീയതയുടെ ആരോഗ്യം നഷ്ടപ്പെടുക. നിങ്ങൾക്ക് മനസ്സിലായത് എനിക്കറിയില്ല. ആരോഗ്യത്തിന്റെ ആത്മീയത ഉണ്ട്. ആരോഗ്യത്തിന്റെ ആത്മീയത എന്ന് പറഞ്ഞാല് ആരോഗ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും കുലു വഷ്റബു അല തുസിരിഫു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള അതാണ് ആരോഗ്യത്തിന്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ സ്വീകരിക്കേണ്ട ഇതേപോലെ ആരോഗ്യ വലാ തുൽഖു ഐദിയക്കും ഇലാ തഹ്ലുക, നാശത്തിലേക്ക് ചെന്നിടരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആത്മീയതയുടെ ആരോഗ്യമുണ്ട്. ആത്മീയതയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആത്മീയ രംഗത്ത് ഓരോ സമയത്തും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ ആത്മീയതയുടെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്ത് അനുഭവിക്കുന്നത് ഈ 2 ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. 2 ആരോഗ്യം, സെവറൽ ഡിസീസ് കോസ്, എന്താണ്? ഒരുപാട് അസുഖങ്ങളുടെ കാരണം ഈ ഉറക്കത്തിന്റെ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞു. നേരത്തെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ പറഞ്ഞു. അതിലും കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു ഒരു ഹൈറുണ്ടാകട്ടെ. കാരണം ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുന്നത് പോലെ ഒളു എടുത്തുകൊണ്ട് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറങ്ങുന്ന ആളുടെ അടുത്ത് ഒരു മലക്കിനെ ചുമതലപ്പെടുത്തും. ഹദീസ ഉറങ്ങുന്ന ആൾ. എന്നിട്ട് ആ മലക്ക് പേര് വിളിച്ചുകൊണ്ട് ഫുലാൻ എന്നവരെ അല്ലാഹു മഗ്ഫിർലി ഫുലാൻ പേര് വിളിച്ചുകൊണ്ട് ആ മലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ഇന്നാൾക്ക് നീ കാരുണ്യം ചെയ്തു കൊടുക്ക്, ഇന്നാൾക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് ഒരു ചുമതലപ്പെടുത്തപ്പെട്ട മലക്ക് നമ്മൾ അടുത്തിരിക്കും. അപ്പൊ മക്കള് ഭാര്യ നമ്മളൊക്കെ ഒന്നും എടുത്തിട്ടാണ് വന്ന് കിടക്കണത് എങ്കിൽ ഒരു മലക്ക് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി ഉണരുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നാ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത മലക്കളുടെ പ്രാർത്ഥന എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഹജ്ജിനോ ഉംറക്കോ പോണ സമയത്ത് നമ്മൾ പറയില്ലേ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ആരായിരുന്നാലും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരാ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പറ്റാത്ത പ്രകൃതത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട മാലാകമാര്, അള്ളാഹുവിനോട് അടുത്ത മുഖറബീങ്ങളായ മാലാകമാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നന്മക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നിസ്കാരത്തിൽ ഒളു എടുക്കുന്നത് പോലെ ഒളു എടുത്തുകൊണ്ട് എന്നിട്ട് പോയി കിടക്കുക. എന്നിട്ട് കിടക്കുന്ന സമയത്ത് ചെല്ലേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ സാനിറ്റാ ചെല്ലണത് എങ്കിൽ മൊബൈലും ടാബും കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ വിസ്മൃതിയിലാവും. അപ്പൊ നമ്മളുടെ വീടിന്റെ എല്ലാ ഇമ്പോയിഷൻ, സംസ്കാരം, കൾച്ചറും നഷ്ടപ്പെടും. കാരണം നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യാണ്? പലതും കണ്ടിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. പല രൂപത്തിലുള്ള ആശയങ്ങൾ, എത്തിസം, എക്സ് വൈ ടീം, ജാമിദ ജബ്ബാറുമാര് പലതും നടന്നുകൊണ്ടിരിക്കുക. പല വിവാദങ്ങൾ, നാട്ടിലൊക്കെ നടക്കുന്ന വിവാദങ്ങൾ ഓരോന്നല്ലേ, ഹിജാബ് വിവാദം വരും. അതേപോലെ തന്നെ പടച്ചറബുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വരും. ഇപ്പൊ അടുത്തൊരു മദ്രസയിൽ നിന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മഹലിന്റെ ഒരു ഭാരവാഹി, ഞാൻ മേപ്പീര വർക്ക് ചെയ്യുന്നതിന്റെ അടുത്തൊരു പയ്യോളിയങ്ങാട് എന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടുന്ന് അതിന്റെ ഒരു ഭാരവാഹി വിളിച്ചു പറയാം, 5ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ചോദിക്കാണ് ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്ന്. എന്താണ് ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്ന്? മദ്രസയിലെ കുട്ടി ദൈവം ഉണ്ടോന്ന്. ദൈവം ഉണ്ടെന്നുള്ളതിന് ഇപ്പൊ എന്താ തെളിവുള്ളത് എന്ന് നമ്മൾ അക്ബർ സാഹിബും അതല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വലിയ ദൈക്ഷണിക സംവാദവും കാര്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധിജീവികൾക്കിടക്ക് ചോദ്യോത്തര സെഷനുകളായി സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു പ്രോഗ്രാം
അല്ലെ ദൈവത്തിന്റെ അസ്തിത്വം തേടിയുള്ള അന്വേഷണ പരിപാടി 5ാം ക്ലാസ്സിലെ മദ്രസ വിദ്യാർത്ഥികൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. കാരണം ആ രൂപത്തിലുള്ള സാങ്കേതികതകൾക്ക് നടുക്കാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉറങ്ങുന്നത് വരെ എന്തൊക്കെ കയറ്റിയിട്ടുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. നമ്മളായാലും കുട്ടികളായിരുന്നാലും ഒക്കെ. അപ്പം എന്ത് ചെയ്തു, അതിന് സൊല്യൂഷൻ, അതിന് പരിഹാരം. കുടുംബത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ദീന് പാലിക്കുക. ദീന് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നു എടുക്കുക. പിന്നെ ആയത്തുൽ കുർസി 2ാം അധ്യായം സൂറത്തുൽ ബഖറ 255-ാമത്തെ ആയത്തുൽ കുർസി ഒരാൾ ഓതിയിട്ട് അവൻ സ്വർഗത്തിന്റെ അനുഭൂതി കിട്ടാത്തതിന്റെ കാരണം അവൻ മരിച്ചിട്ടില്ല എന്നാണ്. അതാണ് പവർ ഓഫ് ആയ അൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഇത് ഓതിയിട്ട് അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, വീണ്ടും പടച്ചവന്റെ അസ്തിത്വത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ആ നാവ് കൊണ്ട് മടങ്ങാണ്. അതിന്റെ അർത്ഥം കൂടി ആലോചിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് പദ്ധതികൾ, അല്ലേ? അർത്ഥം പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, മറവിയില്ലാത്ത, എല്ലാം കേൾക്കുന്ന, കാണുന്ന, ഖയ്യൂമും ഹയ്യൂമുമായി നിൽക്കുന്ന അള്ളാനെ കുറിച്ച് ആലോചിച്ച ആയത്ത് ഓതി. എന്നിട്ട് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് പറഞ്ഞ ഹു ഇസ് ഗോഡ് എന്നതിന്റെ കൃത്യമായ നിർവചനം നൽകിയിട്ടുള്ള ആയത്ത് സൂറത്തുൽ ഇഖ്ലാസ് 112-ാം അധ്യായം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് ഓതുക, ഫലക് ഓതുക, നാസ് ഓതുക, മുഅബ്ബിദത്താനിയായി ശരണം തേടലായി, തൗഹീദ് വീണ്ടെടുക്കലായി, അള്ളാനെ കൃത്യമായി മനസ്സിലാക്കലായി, പ്രാർത്ഥനയുമായി. എന്നിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് എങ്കിൽ പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നവും നമ്മുടെ കുടുംബത്തിനകത്തേക്ക്, വീട്ടിലേക്ക്, കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു വരൂല. പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിന്റെ പ്രവാചക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, ഉറക്ക ഉണർച്ചകളിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നേരത്തെ കാലത്ത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാകൂല. അപ്പൊ നെറ്റ്വർക്കുകൾ, സാങ്കേതികൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. എല്ലാവരും വീട്ടിൽ ഒരേ സമയം മൊബൈൽ ഉപയോഗമൊക്കെ അവസാനിപ്പിക്കുക, അല്ലേ? അങ്ങനെ അവസാനിപ്പിക്കുക. നമ്മൾ കുട്ടികളോട് പറയും ചെയ്യുക, നമ്മൾ ഈ മൊബൈലിൽ കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവണം എന്ത് റീസണിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവണം. അങ്ങനെയാണ് നമ്മളിങ്ങനെ വെറുതെ മൊബൈൽ ഉപയോഗിക്കല. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവണം ഇന്നതിനാണ്, അപ്പൊ കാര്യപ്പെട്ടൊരു കാര്യത്തിനാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനോട് വല്ലാതൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കും. വെറുതെ വന്ന് മൊബൈലൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ അവിടെ വെക്കുക, അവിടെ കൊണ്ടുവച്ചാൽ അവിടെ കൊണ്ടുവച്ചാൽ ഒരു സീന അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് മൊബൈൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല എന്ന് കുട്ടികൾക്ക് തോന്നണം. മറ്റേത് നമ്മളിത് എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ സംഗതിയും ടാബും കാര്യങ്ങളും ഒരു സെക്കൻഡ് പോലും ആക്കാതെ അങ്ങനെയാണല്ലോ ഇതാക്കുമ്പോ കുട്ടികൾ വിചാരിക്കും ഇത് ഭയങ്കര ഒരു സംഭവമാണ്, ഇത് ജീവിതത്തിൽ നിന്ന് അതങ്ങനെ ആയിക്കഴിഞ്ഞ് നമ്മളെ കൈ, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് പോലെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവയവം പോലെ ഈ സാധനം മാറി. അപ്പൊ കുട്ടികൾ അതാണ് കാണുന്നത്. അവരങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വിചാരിക്കണത്. അപ്പൊ ഇത് അതിനനുസരിച്ച് വീട്ടിലൊക്കെ ഒരു തർത്തീബൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രാത്രി നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരേ സമയത്ത് ഉറങ്ങി എന്നിട്ട് എഴുന്നേൽക്കാം. രാവിലെ പ്രഭാതോദയം എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്ന സമയം, അതിനെക്കുറിച്ചും കൃത്യമായിട്ട് സുബൈക്ക് അതേപോലെ നേരത്തെ കാലത്ത് എഴുന്നേൽക്കുക, സുബൈ നിസ്കരിക്കുക. മൻ സല്ല സുബ്ഹ ഫിൽ ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ല. ആരാണോ സുബഹി അതിന്റെ ജമാഅത്തായിട്ട് നിർവഹിച്ചത് എങ്കിൽ, സ്ത്രീകൾ അതിന്റെ ടൈമിങ്ങിൽ നിർവഹിച്ചത് എങ്കിൽ, നമ്മുടെ മക്കൾ നാട്ടിൽ ഇവിടെ എവിടെയാകട്ടെ അതിന്റെ ടൈമിൽ സുബഹി നിസ്കരിച്ചാൽ അള്ളാന്റെ ഓഫർ. എന്തൊക്കെ ഓഫറുകൾക്ക് നടുക്കാൻ നമ്മൾ ജീവിക്കണത്, എന്നാൽ അള്ളാഹ് വലിയൊരു ഓഫർ നമുക്ക് തരാം. ഏതാണ് ആ ഓഫർ എന്ന് പറഞ്ഞാൽ, മൻ സല്ല സുബ്ഹ ഫിൽ ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ല. ആരാണോ സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ചത് എങ്കിൽ അവൻ അള്ളാന്റെ ഉത്തരവാദിത്തത്തിലാണ്. അള്ളാഹുവിനെ ഏറ്റെടുക്കും. എന്തൊക്കെ ആക്സിഡന്റ്, അപകടങ്ങൾ, പ്രയാസങ്ങൾ എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? കുട്ടികളെ ഹയർ സെക്കൻഡറി കോളേജിലേക്ക് പോകാൻ പഠിച്ചവനെ എന്താ ഇന്നത്തെ കാലം, പ്രണയം കാര്യം എന്തൊക്കെ പെട്ടുപോകുക. ഫിസിയോതെറാപ്പി കോഴ്സിന് വേണ്ടി മംഗലാപുരത്ത് പോയ കുട്ടിയുടെ ഇത് പഠിത്ത് ഞങ്ങളുടെ വരുന്നതിന് മുമ്പായിട്ട് നാട്ടിലൊക്കെ വളരെ ഇതായിട്ടുള്ള ചർച്ചയായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നത്. അവള് പോയി 3ാമത്തെ വർഷം അത്തോളി, എന്റെ വൈഫ് ഹൗസിന്റെ തൊട്ടടുത്ത അവിടെ പാവങ്ങാട് അടുത്ത് അത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവള് മംഗലാപുരത്ത് പഠിക്കാൻ പോയത് 3ാം വർഷമാണ്. അവള് ഓണം വെക്കേഷനിൽ നാട്ടിലേക്കില്ല, വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞു. പഠിക്കാണ്ട് പരീക്ഷയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവൾ എന്ത് ചെയ്യാണ്, കോഴിക്കോട് ടൗണ് എരഞ്ഞിപ്പാലത്ത് കാമുകന്റെ കൂടെ വാടക വീട്ടിൽ അവള് തൂങ്ങി മരിച്ചു. പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കൾ വന്ന് പറയാ ദുരൂഹത ഉണ്ട്, വെക്കേഷനിൽ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ മോൾ എങ്ങനെയാണ് ഇവിടെ കോഴിക്കോട് എത്തിയത് ഞങ്ങൾക്ക് അറിയില്ല. കേട്ടോ, അതുവരെ അറിയില്ല. അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കാതെ പോയി കഴിഞ്ഞാൽ ഭൗതിക പഠന മികവ് എന്തൊക്കെ ഉണ്ടായാലും, ഏതൊക്കെ കെമിസ്ട്രി, സുവോളജി, ഫിസിക്സും മെഡിസിൻ അതൊക്കെ പഠിച്ചാലും, MD-MA ഡോക്ടർ പിടിയിൽ 3 ആഴ്ച മുമ്പ് വന്ന ന്യൂസാ. അറിവില്ലാത്തതുകൊണ്ടല്ല, കിട്ടേണ്ടത് കിട്ടണം. അതിന് ഫിസിക്സും സുവോളജി കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് കാര്യം, തിയോളജി പഠിക്കണം. തിയോളജി എന്ന് പറഞ്ഞാൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ച റബ്ബല്ലാതെ ആരാധ്യനില്ല എന്ന് പഠിക്കുന്ന കല, വിദ്യാഭ്യാസത്തിന്റെ പേരാണ് തിയോളജി. ദൈവശാസ്ത്രം, പടച്ചോനെ അറിയണം എന്നാണ്. അള്ളാൻ അറിയണം. അള്ളാൻ അറിഞ്ഞാൽ പല വിധിവിലക്കും കാര്യങ്ങളൊക്കെ സ്വീകരിക്കും, നിയമങ്ങൾ അംഗീകരിക്കും. ആ കുട്ടി എന്ത് ഇതിൽ പെട്ട് അവസാനം പ്രണയത്തിൽ പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ആ പിതാവിന് ആ ന്യൂസ് വായിച്ച സമയത്ത് ആ പിതാവ് നാട്ടിൽ സാധാരണ ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു പിതാവ് ഈ മകളുടെ ഫീസ് അടക്കാനുള്ള ബാധ്യത ആലോചിച്ച് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് അദ്ദേഹം ചെയ്ത, വിദേശത്തായിരിക്കുമ്പോഴാണ് ഈ മകൾ ഈ പണി ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ മകൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾക്ക് വേണ്ടിയൊക്കെ പലതും ചെയ്യും. പക്ഷെ അവർ ഏതുപോലെ അൾട്ടിമേറ്റ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ
ഇതുണ്ടാകണം. അപ്പൊ ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ, നമ്മുടെ ഉറക്ക ഉണർച്ചകൾ. അപ്പൊ രാവിലെ അങ്ങനെയുള്ള പല കേസും പ്രണയവും ലഹരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദുരന്ത കഥാപാത്രങ്ങൾ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ അടുത്തിന്റെ ഒരു VRC വട്ട റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന സ്ഥാപനമുണ്ട്, തിരൂർ VRC. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഡി അഡിക്ഷൻ ഇങ്ങനത്തെ അങ്ങനെ പല വിഷയത്തിലുള്ള കേസുകൾ ഉണ്ടാകും. അപ്പൊ അവിടെ നിസ്കാരത്തിന് ടൈമായി കഴിഞ്ഞാല് പിന്നെ ഗേറ്റിന്റെ അപ്പുറത്ത് നമ്മൾ വരുന്ന വിസിറ്റേഴ്സ് നിസ്കരിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അവർ ചികിത്സയിലുള്ളവർക്ക് നിസ്കരിക്കേണ്ട ഭാഗമുണ്ട്, ഒരു മെയിൻ ഹാൾ അവർക്കുള്ളതാണ്. അപ്പൊ അവർ ആ ടൈമായി കഴിഞ്ഞാൽ കുറെ കൗമാർ യുവാക്കളൊക്കെ എന്ത് ചെയ്യും, അവിടേക്ക് ഇങ്ങനെ വരുന്നൊരു സീൻ നമുക്ക് ഇങ്ങനെ കാണും. അവരെന്താ ബനിയൻ ഇങ്ങനെ ഇട്ടിട്ട് അവരിങ്ങനെ വരിക. ഞാനിങ്ങനെ അവിടെ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ചവനെ, കുറെ ചെറുപ്പക്കാര് മക്കള് ആരാണ് അവരൊക്കെ? ഒരു കുടുംബത്തിന് അന്നം കൊടുക്കേണ്ടവർ, ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടവർ, മക്കൾക്ക് പ്രതീക്ഷയാകേണ്ടവർ, ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറേണ്ടവര്, മഹലിന്റെ കർമ്മകാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടവർ, ഇസ്ലാമിക ഉമ്മത്തിന്റെ യുവത അവരെവിടെയാണ് റബ്ബേ? ഈ ഡി അഡിക്ഷൻ ക്യാമ്പിൽ, ഈ ജാതി ക്യാമ്പുകളിൽ പോയി വാപ്പ ക്രയാറ്റിൻ വേരിയേഷത്തിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ സായാഹ്ന സമയത്ത് മക്കൾ തിരിച്ചൊരു ഹൈറായി തീരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വാപ്പ ഗതികേട് കൊണ്ട് പറയാ, എന്ത് ഞങ്ങളിതൊന്നും നോക്കണ്ട, എന്റെ കുട്ടികൾക്കും കുട്ടികൾക്കും എന്താ വെച്ചാൽ വാങ്ങിക്കൊടുക്ക്, നല്ലപോലെ ജീവിക്ക്, വാപ്പാനും മോനും നോക്കണ്ട, ഇങ്ങനെ പറയുന്ന കേസുകളില്ല. എന്നാൽ അതേ വാപ്പനെയും മോനെയും കൊണ്ട് ഈ ജാതി സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഗതികേടിലെത്തി എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് സംഘടനകൾ, സംവിധാനങ്ങൾ, മഹല്ല് എന്തെടുക്കുകയാ? കോടിക്കണക്കിന് രൂപയല്ലേ പ്രതിവർഷം എല്ലാ മുസ്ലിം സംഘടനകളും പിന്നെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിനെ നന്നാക്കാൻ വേണ്ടി, ഈ ജനറേഷനെ നന്നാക്കാൻ വേണ്ടി, മൊറാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ജീവിതാവബോധം പഠിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് ന്യൂസ് എടുത്തു കഴിഞ്ഞാല് MDMA, ഹാഷിഷിൽ, കഞ്ചാവിൽ, പറ്റിക്കലിൽ, ഈ ജാതിയിൽ വരാൻ പാടുണ്ടോല്ല. അപ്പൊ എവിടെയാ പഴച്ചു പോകുന്നത്? എവിടെയാ തെറ്റുപോകുന്നത്? എന്താണ് മുസ്ലിം കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു റുപ്യ ചെലവില്ലാത്ത എന്നാൽ മനുഷ്യനെ നന്നാക്കി തീർക്കുന്ന മണിക്കൂറുകൾക്കിടക്ക് മലിനമാകാൻ സാധ്യതയുള്ള മനുഷ്യ മനസ്സിനെ തിരിച്ചു പിടിക്കുന്ന നമസ്കാര വിഷയത്തിൽ നമ്മൾ ഉദാസീനത വരുത്തി. ഒരു ചെലവില്ല, ഒരൊറ്റ ക്യാമ്പയിൻ മതി, ലെറ്റ്സ് ഗോ ടു ഫജ്ർ നമാസ്. പ്രവാസ ലോകത്തായിരുന്നാലും നാട്ടിലായിരുന്നാലും ഒരൊറ്റ ക്യാമ്പയിൻ നടത്തിയാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടും. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞ വസിയത്താണ് അസ്വലാ അസ്വലാ, ഉമ്മത്തെ നമസ്കാരട്ടോ, നമസ്കാരം, അതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുതേ. 7 വയസ്സായാൽ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞതിന് അടിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ ആ ഗൗരവം കൊണ്ട് അറിയിച്ചത്. അങ്ങനെ പ്രവാചകൻ ആരെയും അടിക്കാറില്ല, തല്ലാറില്ല. ഒട്ടകമായിട്ട് കളിപ്പിക്കലാ പ്രവാചകൻ ചെയ്തത്. കൊത്തുപ നടത്തുമ്പോ കുട്ടികൾ വരുമ്പോ അവിടെ അടുത്ത് ഇരുത്തുക ചെയ്തത്. നമസ്കരിക്കുമ്പോ കഴുത്തിൽ കയറി ഇരുന്നപ്പോ പ്രവാചകൻ ചെയ്തത് വീഴുമോ എന്ന് വിചാരിച്ച് സുജൂദിന് ദൈർഘ്യം ഉണ്ടാക്കുക ചെയ്തത്. കുട്ടികളുടെ ഗുരുനാഥനാണ്, ലോകത്തിന്റെ കാരുണ്യക്കടലാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. ആ പ്രവാചകൻ പറഞ്ഞ നിസ്കാരം അത് 7 വയസ്സിൽ 10 വയസ്സിൽ ഇന്നത് നമ്മൾ ശീലിച്ചു. അസ്വല അസ്വല, പിന്നെ മരിക്കണ സമയത്ത് പ്രവാചകൻ പറഞ്ഞ വസിയത്ത് ഈ ഉമ്മത്ത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്ത് പ്രായപൂർത്തി അങ്ങ് കഴിഞ്ഞാൽ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും ഓരോന്നിനും നിശ്ചിത പീരീഡ് ഉണ്ട്. 7 വയസ്സിൽ ഇങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്താൽ 3 വർഷം കൊണ്ട് നമസ്കാരം ആസ്വാദകരമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുടുംബത്തിനകത്തുള്ള പെർ പേഴ്സൺ ഓരോ അംഗങ്ങൾക്ക് എത്തണം. കുട്ടികൾക്ക് 3 കൊല്ലാണ്. 10 വയസ്സായിട്ട് നിസ്കരിച്ച് പ്രത്യേകം ശ്രദ്ധ വേണം. എന്നാൽ 7 വയസ്സ് മുതൽ മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങിയ 3 കൊല്ലം കൊണ്ട് തന്നെ എന്തിനാണ് ഇത് നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകും. അപ്പൊ പറയുന്നത് കുടുംബത്തിൽ നമസ്കാരം, അപ്പൊ സുബൈക്ക് എപ്പോഴാണ് എഴുന്നേൽക്കൽ, കുട്ടികൾ എപ്പോഴാണ് എഴുന്നേൽക്കൽ, ഒരു ഭാര്യക്ക് ഭർത്താവിനെ അങ്ങനെ നോക്കി യാത്രക്ക് പോകുമ്പോ സലാം പറഞ്ഞ് ഇറങ്ങുന്ന സമയത്തോ എന്റെ ഭർത്താവ് അള്ളാന്റെ പ്രൊട്ടക്ഷൻ അല്ല. കാരണം എന്താ? ബിക്കോസ് അറ്റൻഡഡ് ഫജ്ർ നമാസ്, സുബൈക്ക് പങ്കെടുത്തിട്ടുണ്ട്. അത് മൻസല്ല സുബഹ ഫഇദമത്തി, ജമാഅത്തിൽ സുബൈക്ക് പങ്കെടുത്താൽ അള്ളാഹ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവങ്ങളുടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന സമയത്ത് സുബൈക്ക് പങ്കെടുത്ത് പോകും, നിങ്ങൾക്ക് ആശ്വസിക്കാം. അവര് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പ്രാർത്ഥന ചൊല്ലി പോവുകയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ, അഭൗതികമായി, മനുഷ്യ കഴിവിന് അതീതമായി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം അൾട്ടിമേറ്റ് ഗോഡ്, അള്ളാഹുവിൽ നിന്ന് അഭൗതികമായ സഹായം ഉറപ്പുവരുത്തി പൊടുന്നനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാകത്തിലുള്ള സംരക്ഷണ വലയം നമസ്കാരത്തിലൂടെ, സുബൈ ജമാഅത്തിലൂടെ, ആ ടൈമിങ്ങിലൂടെ നിർവഹിച്ചിട്ടുണ്ട്. ഇതൊന്നും കിട്ടണില്ല, അല്ലേ? ഒക്കെ കംപ്ലീറ്റ് ഡിസോർഡർ ആയി പോകുന്ന അവസ്ഥ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. റോബിൻ ശർമ്മ എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരുണ്ട്. അത് ഇന്ത്യയിൽ ജനിച്ച് കനേഡിയൻ പൗരത്വം നേടി. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു മോട്ടിവേഷൻ പുസ്തകമാണ് ഏത്? ദ 5 AM ക്ലബ്, 5 മണി സമയം എന്ന പുസ്തകത്തിന്റെ പേര്. 5 മണി സമയം. അതിന്റെ മൊത്തത്തിലുള്ള ഇതിവൃത്തം തന്നെ എന്താ? 5 മണിക്ക് രാവിലെ 5 മണി ക്ലബിൽ, അഥവാ 5 മണിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ശീലമുള്ളവർ അവർ ഈ ദുനിയാവിൽ എന്താണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന റോബിൻസൺ മോർ. ആ പുസ്തകം 15 മില്യൺ കോപ്പിയാണ് വിറ്റഴിക്കപ്പെട്ടത്. 15 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷം, 150 ലക്ഷം. ഇന്ത്യയുടെ കറൻസി അനുസരിച്ച് 1.5 കോടി കോപ്പി വിറ്റഴിക്കപ്പെട്ട റോബിൻ ശർമ്മയുടെ പുസ്തകം, മോട്ടിവേഷൻ പുസ്തകത്തിന്റെ ആകെ തുക എന്താ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ പറ്റുന്ന, ഏത് ഡെസ്റ്റിനേഷനിലും
എത്താന്ന. എന്നാൽ ഒരു നോർമൽ മുസ്ലിം, നമ്മുടെ ഇസ്ലാമിക കുടുംബം, നമ്മുടെ മക്കൾ നമ്മളുടെ കണ്ണിലെ കുളിർമയായി തീരാൻ ഇഹലോകത്തും പരലോകത്തും ഉണ്ടോ എന്താ പറഞ്ഞത്? നിങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഇസ്ലാമിക റിച്വൽസ് അനുസരിച്ച് ബേസിക് സംഗതിയാണ്, സിമ്പിളായ സംഗതിയാണ് അല്ലെ? കാരണം നിർബന്ധമായി ചെയ്യേണ്ട സംഗതിയാണ്. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുക, 5 മണിക്ക് എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ താളം തെറ്റിപ്പോയി. ആ താളം തെറ്റലിലുള്ള ദുരന്തങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടകങ്ങളെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ അനുഷ്ഠാന മുറകള്, വിശ്വാസം, പടച്ചറബിനെ പരിചയപ്പെടുത്തൽ, അതേപോലെ തന്നെ മൂല്യച്യുതി സംഭവിക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തിലേക്ക് കടക്കാം. മൂല്യച്യുതി നമ്മുടെ വീടിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? കാരണം നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റിച്ച് കളയും, നിരാശപ്പെടും, പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറും. എന്താ അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ എന്ത് ചെയ്തത്? സ്വന്തം മകൾ കരളിന്റെ കഷ്ണം എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പ്രവാചകൻ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറയുമ്പോ പ്രവാചകന്റെ മകൾ പൊന്നോമന പുത്രി ഫാത്തിമ വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ പങ്കുവെക്കുന്ന നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, അഖ്ബലത്ത് ഫാത്തിമ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. പ്രവാചകന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് വരാൻ മിഷിയത്തിയാക്ക് മിഷിയത്തിൻ നബി, അവളുടെ നടത്തം കണ്ടാൽ പ്രവാചകൻ നടക്കുന്നത് പോലെ. ഫാത്തിമയുടെ നടത്തം പ്രവാചകൻ എന്ന പിതാവിന്റെ നേർ പതിപ്പും പകർപ്പുമാണ്. ഫാത്തിമ പറഞ്ഞ നടക്കുന്നത് കണ്ടാൽ മുഹമ്മദ് നബി നടക്കുന്നത് പോലെ തോന്നിയിരുന്നു എന്നാണ്. എന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോ കരയുകയും പിന്നെ പറഞ്ഞപ്പോ ചിരിക്കുകയും ചെയ്തു. ഈ സംഭവം നമുക്കറിയാം. കാരണം പ്രവാചകൻ മർഹബൻ ബിബിനത്തെ മോളെ അങ്ങോട്ട് വാന്ന് പ്രവാചകൻ അങ്ങനെ ഇന്ന് മോളോട് ആ രൂപത്തിൽ ആരോഗ്യമുള്ള സമയത്ത് മരണത്തിന്റെ ഒക്കെ മുമ്പും പ്രവാചകന്റെ വീട്ടിലേക്ക് ഫാത്തിമ വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കാൻ, എന്നിട്ട് ഫാത്തിമ കൊടുത്ത കൈ കൊണ്ട് സ്വീകരിക്കാം, എന്നിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്ത് ഇരുത്താൻ, നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുക, വിശേഷങ്ങൾ ചോദിച്ചറിയുക. ഇതാണ് പ്രവാചകൻ എന്ന പിതാവിന്റെ വീടകങ്ങളിൽ തന്റെ മകളോട് നിർവഹിച്ചത് എങ്ങനെ? അപ്പൊ മരിക്കണ സമയത്ത് ആ മകളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ രഹസ്യം പറയാ. ആദ്യം പറഞ്ഞപ്പോ കരഞ്ഞു. ആ സമയത്ത് ആ രഹസ്യം ഫാത്തിമ പറഞ്ഞ് പുറത്തു വിട്ടില്ല. പിന്നീട് പ്രവാചകന്റെ ശേഷക്രിയകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടപ്പോ ആയിഷ ഞാൻ ചോദിച്ചു, നീ അന്ന് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് നിന്നോട് 2 രഹസ്യങ്ങൾ പറഞ്ഞപ്പോ നീ ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തല്ലോ, അതെന്തായിരുന്നു ഫാത്തിമ എന്ന് പറഞ്ഞു പ്രവാചകൻ എന്നോട് പാപ്പ പറയാൻ ഹലറ അജലി, പാപ്പ മരിക്കാൻ പോകാട്ടോ, ഇത് മരണത്തിന്റെ അസുഖമാണ് മോളെ എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുപോയി, എന്റെ പിതാവിന്റെ വേർപാടാണല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ നീ ചിരിച്ചല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലഹാഖ, ഏറ്റവും ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്നോട് ചേരുന്നത്, സ്വർഗത്തിലെത്തുന്നത്, പരലോകം പുൽകുന്നത് നീ ആയിരിക്കും ഫാത്തിമ എന്നും. അമാ തർദീന അലാ തർദീന സയ്യിദത്തൻ നിസാഇൽ ജന്ന, സ്വർഗ സ്ത്രീകളുടെ നേതാവാകാൻ ഫാത്തിമ നീ ആഗ്രഹിക്കുന്നുവോ? ഈ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ്. ഈ രണ്ടും കേട്ടപ്പോ ആദ്യം മരിച്ചു പോകുന്നത് പിന്നീട് ഞാനായിരിക്കുമെന്നും സ്വർഗത്തിലെത്തുന്നതും പിന്നെ സ്വർഗ സ്ത്രീകളുടെ നേതാവാകുന്നത് ഞാനായിരിക്കും കേട്ടപ്പോ ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് ഫാത്തിമ ഞാൻ പറയും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് അതിലേക്കാൾ അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിനകത്തൊരു മൂല്യം നഷ്ടപ്പെടാൻ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിന്റെ ഗൗരവം ഫാത്തിമയുടെ പേര് ആഡ് ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് കട്ടെടുക്കുന്നത് എങ്കിൽ, മോഷ്ടിക്കുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ മുറിച്ചു കളയുന്നതാണ്. ഉണ്ടോ? അവളുടെ കൈ ഞാൻ മുറിച്ചു കളയും. മൂല്യച്യുതിയിൽ കോംപ്രമൈസ് ഇല്ലാന്ന, മൂല്യച്യുതിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത പേരക്കുട്ടികൾ ഒട്ടകമായി കളിപ്പിച്ചിരുന്നു. എന്നാൽ അതേ പേരക്കുട്ടികൾ സക്കാത്തിന്റെ മുതൽ അല്പം കഴിച്ചപ്പോ എന്ത് ചെയ്യാണ്? ഛർദിപ്പിച്ച് കളഞ്ഞു എന്നാണ്. അപ്പൊ അത്ര സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അതാണ് ഇളം പ്രായത്തിൽ തന്നെ ധർമ്മ അധർമ്മങ്ങൾ, ന്യായ അന്യായങ്ങൾ, ഹലാല് ഹറാമുകൾ, നന്മ തിന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ എന്ന പിതാവിനെയും പിതാമഹനെയും ഇസ്ലാമിക കുടുംബത്തിൽ, പ്രോഫറ്റിക് കുടുംബത്തിൽ നമ്മൾ കാണാൻ. അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മൾ ചെറിയ കുട്ടികളെ സ്വർണ്ണം ഇട്ട് കൊടുക്കുക, ആൺകുട്ടിയാണ്, സ്വർണ്ണം ആണുങ്ങൾക്ക് ഹറാമാണ്. ചെറിയ കുട്ടികളെ കുറച്ച് പെഗ് കൊടുക്കണം, ഒന്ന് ഉഷാറാവട്ടെ. ഡോക്ടർമാർ പറയുന്നത് കുറഞ്ഞ അളവിൽ കൊടുക്കണം നല്ലതാന്ന് പറഞ്ഞപ്പോ മദ്യമൊക്കെ ഹറാമാണ്, അത് കുട്ടികൾക്ക് കൊടുക്കൂല. എന്നാൽ സ്വർണ്ണം ആൺകുട്ടിക്ക് കൊടുക്കാൻ പാടില്ല, അത് ചെറിയ കുട്ടികളല്ല, റുഷ്ദ് എത്തിയിട്ടില്ലല്ലോ എന്നാ. അപ്പൊ ഇതോ സക്കാത്തിന്റെ മുതൽ കഴിച്ചപ്പോ ഇങ്ങനെ ഓരോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടിടത്ത് ഗൗരവം കാണിക്കേണ്ടിടത്തൊക്കെ ഗൗരവം കാണിക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുട്ടികളിൽ അവരുടെ ഡ്രസ് കോഡ്, അതേപോലെ തന്നെ അവരുടെ വസ്ത്രവിധാനം, അവരുടെ മുടി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ അതൊക്കെ ഒരു ഇസ്ലാമിയത്തിനനുസരിച്ചാണോ, അതല്ല നാടോടുമ്പോ നടുവ ഓടിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ കുടുംബം, അതല്ല നാട് ഓടുന്ന സമയത്ത് നാടിന്റെ മുന്നിൽ നന്മയിൽ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ കൂടികളാകരുത്. ആളുകൾ നന്നായി ഞങ്ങൾ നന്നാകും, നമ്മളേക്ക് മുന്നേ നമ്മൾ അങ്ങോട്ടും ഉണ്ട്, ഈ രൂപത്തിലല്ല. മറിച്ച് നമ്മൾ എപ്പോഴും ബെസ്റ്റാണ്, നമ്മൾ എപ്പോഴും നന്മയാണ്.
എന്നുള്ള രൂപത്തിൽ നമ്മൾ മാതൃകകളാണ് എന്ന രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് കഴിയാതെ വന്നു കഴിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിത്തീരും. നമ്മുടെ മക്കൾക്ക് അവരുടെ ഇസ്ലാമിക് കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പള്ളുരുത്തി വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വിവാദം നടക്കുമ്പോൾ ഹിജാബ് കാര്യങ്ങൾ, തലമറക്കൽ, ഇതുമായി ബന്ധപ്പെട്ടത് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അതൊക്കെ പാലിക്കുന്നിടത്ത് കുട്ടികളെ ബാക്കോട്ട് വലിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായി മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യണം. നമുക്കൊരു ഇസ്ലാമിക് ലൈഫ് ഉണ്ട്, അള്ളാന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നത് ആരുടെങ്കിലും നിയമങ്ങളല്ല, മനുഷ്യ നിർമ്മിത നിയമങ്ങൾ പാലിച്ച് വിധേയപ്പെടുന്ന നമുക്ക് അള്ളാന്റെ നിയമങ്ങൾ പാലിക്കുക എന്നിടത്ത് അന്തസ്സോ അഭിമാനം ഉണ്ടാകണം. കളിക്കളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ 1 മണിക്കൂർ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നിയമം പാലിക്കണത്? കുട്ടികൾ അങ്ങനെ പറയാം, ഒരു നിയമം എന്തിനാ സാറേ നിയമങ്ങള്, ഒരു സ്വതന്ത്രമായിട്ട് അങ്ങനെ കുറച്ചൊക്കെ നന്നായി പോയാൽ പോരെന്നാ. ഇതാ ഇതേ പറഞ്ഞോ തന്നെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയാല് എത്ര നിയമങ്ങളാ പാലിക്കുന്നത്? അപ്പൊ കഴിഞ്ഞ ലീഗിൽ, പിന്നെ യൂറോപ്യൻ ലീഗിലുണ്ടല്ലോ, നിങ്ങൾ ഗോളടിച്ചതിന് ശേഷം ബനിയനാണ്ട് ഊരിയതാ, ചുവപ്പ് കാടാ. എന്താ അതിന്റെ പ്രശ്നം? അതാണ് അതിന്റെ പ്രശ്നം. അതാണ് നിയമം എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ നിന്നാണ് പോകേണ്ടി വന്നു, പുറത്തേക്കാണ് പോയില്ലേ. മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഇങ്ങനെ വരമ കൂടി ഇങ്ങനെ കൊണ്ട് പുറത്തേക്കാണ് പോയാൽ ത്രോ വിളിക്കും. അപ്പൊ കൊണ്ടുപോകാതില്ല. അതാണ് അത്ര തക്കുവ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ പണിഷ്മെന്റ് കിട്ടണ, റെഡ് കാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാർഡ് കിട്ടും. അപ്പൊ അവിടെ കൂടുതൽ തക്കുവ. അവർ കളിക്കളത്തിലെ 1 മണിക്കൂർ ഫുട്ബോൾ മത്സരം കാണുന്നവർക്കും കളിക്കുന്നവർക്കും നയനാനന്ദകരമായി മാറണം, ആസ്വാദകരമായി തീരണമെങ്കിൽ നിരവധി നിയമങ്ങൾ അംഗീകരിക്കണം. അത് ബാഡ്മിന്റൺ ആയാലും മറ്റുള്ള കളി ആയിരുന്നാലും, ഈവൻ ഡ്രൈവിംഗ് അടക്കം നമ്മളെ സൗകര്യമില്ല, നമ്മുടെ സംവിധാനം റെഡ് ലൈറ്റ് വെച്ച് എനിക്കിപ്പോ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ അവിടൊക്കെ നമ്മൾ നിയമങ്ങൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് പാലിക്കുക. എന്നാൽ പടച്ച റബ്ബിന്റെ നിയമമാണ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച നാഥന്റെ നിയമമാണ്. ആ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുന്ന സമയത്ത് കൂടുതൽ അന്തസ്സല്ല ഉണ്ടാകേണ്ടത്. മാറാൻ സാധ്യതയുള്ള മനുഷ്യ നിയമങ്ങൾ പഠനത്തിലും അതേപോലെ ട്രാഫിക്കിലും വിനോദങ്ങളിലൊക്കെ നമ്മൾ പാലിക്കുക. എന്നാൽ മാറ്റത്തിന് ആവശ്യമില്ലാത്ത വിധത്തിൽ മാറ്റുള്ള പടച്ച റബ്ബിന്റെ നിയമങ്ങൾ മാറ്റിവെക്കുന്നതിൽ യാതൊരു സങ്കോചവും ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്തിന്റെ ജീർണത ആരംഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഹിജാബും കാര്യങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. ഫ്രം ദ ലിപ്സ് ഓഫ് യൂറോപ്യൻ സിസ്റ്റേഴ്സ് എന്ന ഒരു ബുക്ക് ഉണ്ട്, ലിറ്റ് ഓഫ് ട്രൂത്ത്. അതിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചിട്ടുണ്ട്. നായിമ ബി റോബർട്ട് ആണ് എഴുതിയിട്ടുള്ളത്. യൂറോപ്യൻ സഹോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് എന്ന്, അഥവാ ഭൗതിക ലോകത്ത് അവർ ആസ്വദിക്കാത്ത ഒരു ആസ്വാദനം ഉണ്ടാവില്ല. ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും, ഫ്രം ദ ലിപ്സ് ഓഫ് യൂറോപ്യൻ സിസ്റ്റേഴ്സ്. എന്നിട്ട് അവർ പറയണത്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് വനിതകൾ അവരുടെ അനുഭവങ്ങൾ പറയാം. പല ആസ്വാദനങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി, പക്ഷേ ജീവിതത്തിനൊരു തർത്തീബ്, അറബി പറഞ്ഞാൽ ഒരു തൻളീം, ഒരു വ്യവസ്ഥ, ഒരു നിഷ്ഠ, അതൊക്കെ ഉണ്ടായത് അത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് ഉണ്ടായത്. ഇവിടെ ഞങ്ങൾ സേഫ് ആൻഡ് സെക്യൂറായി, ഇപ്പോൾ പീസ് ഓഫ് മൈൻഡ്, സമാധാന മനസ്സോടെ ഞങ്ങൾ ജീവിച്ചു മുന്നോട്ട് പോവുകയാണ് എന്ന് അവർ പറയാം. അവരൊക്കെ ഒഴിവാക്കിയ ജീർണതകൾ നമ്മുടെ മക്കളിലേക്ക് വരിക. എന്നിട്ട് മക്കൾ സെക്കുലറിസം തെളിയിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ കാലത്തിന്റെ കൂടെ നടക്കുന്ന ഒരുത്തി ആകൂലെന്ന് ആൺകുട്ടിക്കും തോന്നുക, പെൺകുട്ടിക്കും തോന്നുക. വേണ്ട ആവശ്യമില്ല. മറിയം ജുമാന, കൊണ്ടോട്ടിയിലെ ഉസ്താദിന്റെ മകളാ മറിയം ജുമാന. 60 മണിക്കൂർ ഫ്ലൈറ്റ് പറത്തിയിൽ അവൾ 200 മണിക്കൂർ ആയി കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അവൾക്ക് ലൈസൻസ് കിട്ടും. അവളുടെ ഹിജാബൊക്കെ ധരിച്ച് അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയല്ല, തലക്കം മറിച്ച് ആകാശ ലോകത്ത് വിഹായസിൽ വിമാനം പറത്താൻ ഹിജാബ് തടസ്സമായില്ല. വയനാടിന്റെ ലോക്സഭ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ആയിരുന്ന സമയത്ത് വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അങ്ങനെ വന്നതിന് ശേഷം അവിടെ പ്രസംഗം തുടങ്ങാൻ നിൽക്കുമ്പോ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാനത് പ്രസംഗം തുടങ്ങാൻ, ബട്ട് ഇൻ ഇംഗ്ലീഷിലാണ്. ഹൂ വിൽ ട്രാൻസ്ലേറ്റ് ഇൻ യുവർ മദർ ടങ്? നിങ്ങളുടെ മാതൃഭാഷയിലേക്ക് എന്റെ സ്പീച്ച് ആരാ ട്രാൻസ്ലേറ്റ്? ഫിദ ഫാത്തിമ ഗേൾസ് ഹയർ സെക്കൻഡറി അവളുടെ സ്റ്റേജിലേക്ക് വരിക. മുഖമക്കനെ ധരിച്ച ആ പെൺകുട്ടി വന്ന് തൊട്ടപ്പുറത്തെ മൈക്കിന്റെ അടുത്തുനിന്ന് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ ആ സ്പീച്ച് മനോഹരമായി ട്രാൻസ്ലേഷൻ നടത്തിയത് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് വിവിധ ചാനലുകളിലൂടെ കണ്ടില്ലേ? അവൾക്ക് ആ ട്രാൻസ്ലേഷൻ നടത്താൻ എന്തെങ്കിലും ഒരു കുറവോ ജാള്യതയോ എന്തെങ്കിലും തോന്നി? ഇല്ല, ഒന്നും എവിടെയും തടസ്സമല്ല. ഈ അടുത്ത് ഞാൻ ആ പേര് മറന്നു, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീച്ചർ. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഇത് ധരിച്ചു എന്ന് വിചാരിച്ച് എവിടെ നമ്മൾ ചൂളി പോകൂല. അതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടും പിന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. മൈത്രിയും സാഹോദര്യം എന്ന് പറയുന്നത് അതിൽ ഉറച്ചു നിന്ന് അവരവരുടെ ഇസ്ലാമിക് ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സൗഹൃദം മൈത്രി നേടിയെടുക്കുക. അതാണ് ഇന്ത്യയുടെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ഗാന്ധിജി റാം എന്ന് ഉച്ചരിക്കുന്ന ഗാന്ധിജിയുടെ പിന്നിൽ പോയിട്ട് മൗലാന അബുൽ കലാം ആസാദ് റാം ദിക്ർ ചൊല്ലിയിട്ട് നമ്മുടെ ഒരു മൈത്രി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അബുൽ കലാം ആസാദ് നിസ്കരിക്കുന്ന സമയത്ത് ഗാന്ധിജി പിന്നെ പോയിട്ട് കഴിഞ്ഞപ്പോൾ മൂപ്പരെന്താ വിചാരിക്കും, റക്കായത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള നെഹ്റു പുറത്തും മറ്റാളും മൗമുമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല.
ആരായിരുന്നു അബുൽ കലാം ആസാദ്? ചിഹ്നങ്ങളിൽ ഇസ്ലാം തന്നെ അല്ലെ. പൈജാമി തൊപ്പിയൊക്കെ ധരിച്ച് തർജുമാൻ ഖുർആന്റെ പരിഭാഷ എഴുതിയ, ഒരുപാട് മാസികകൾ ഗ്രന്ഥങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള, എന്നാൽ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്ന അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിനെ റിലീജിയസ് ആയി, സ്പിരിച്വലായി ജീവിച്ചത് ഏതെങ്കിലും വിധത്തിൽ തന്റെ ഭൗതിക വളർച്ചയ്ക്ക് തടസ്സമായിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വണ്ടോ, സൂക്ഷ്മത ഉണ്ടോ, തൗഹീദി ബോധമുണ്ടോ, തവക്കുലുണ്ടോ, തസ്ബീഹത്തുണ്ടോ, അള്ളാഹ് വഴി കാണിച്ചു തരും, സ്റ്റാറ്റസ് തരും. ആ കിട്ടുന്ന സ്റ്റാറ്റസ് ആണ് വലുത്, അതാണ് നിലനിൽക്കുന്നത്. ഇതാണ് ഇസ്ലാമിക ഉമ്മത്ത്. ആ നിലവാരത്തിൽ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പൊ ആദർശം, ആശയം ഒക്കെ പണയപ്പെടുത്തിയിട്ട് ഒരു തരം മിങ്കിൾ കൾച്ചറിലേക്ക് പോയാൽ ഇവിടെ എല്ലാം പൂത്തുലയും എന്ന് വിചാരിക്കുന്നതൊക്കെ വൃഥാവില്ല, അതൊക്കെ വെറുതെയാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഉപകാരിയായി തീരാന്നുള്ളതാണ്. അതിലെല്ലാം മൈത്രിയുണ്ട്. കണ്ടോ, അതായത് പ്രവാചകന്റെ ഹദീസ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് ഉപകാരിയായി തീരാന്ന. അത് പാലിച്ചാൽ തന്നെ ഉണ്ടാകേണ്ടതൊക്കെ ഉണ്ടാകും. അതല്ലാതെ അനുഷ്ഠാനം, ആചാരവും ആരാധനകളും ഇബാദത്തുകളും അവരവരുടെ ഡ്രസ് കോഡൊക്കെ മാറ്റിവെച്ചാല് ഇവിടെ സമാധാനം ഉണ്ടാകും, സഹവർത്തനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നതൊക്കെ പുതിയ കാലത്ത് ഇസ്ലാമോഫോബിയയുടെ പൊതുബോധത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നവരായി മാറും എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബ ജീവിതം അതിനെ കെട്ടുറപ്പോടുകൂടി നയിക്കണം. ദാമ്പത്യം തുടക്കം, പിന്നെ മക്കളുടെ വളർച്ച, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നയനിലപാടുകള്, സമയം കൊടുക്കല്, അനുഷ്ഠാന ആരാധനാ മുറകള് പഠിപ്പിക്കല്, അതേപോലെയുള്ള ഉറക്ക ഉണർച്ചകള്, സ്വഭാവ പെരുമാറ്റങ്ങൾ, എല്ലാത്തിലും ഒരു വീണ്ടെടുപ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒക്കെ പാലിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായ, ആഹ്ലാദമുള്ള, ആനന്ദമുള്ള, ആത്മീയമായ, ഔത്സുക്യമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ബന്ധുക്കളിൽ, രക്ഷിതാക്കളിൽ, കുടുംബാംഗങ്ങളിൽ, ഇണകളിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങൾക്ക് വഴിയുള്ള എല്ലാ ബാധ്യതകളും ഭംഗിയോടെ, ഭക്തിയോടെ നിറവേറ്റുവാനുള്ള കാര്യബോധം അള്ളാഹു നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ വളരെ വ്യക്തമായി പാലിച്ചുകൊണ്ട് മാതൃകകളായി മാറാൻ അങ്ങനെ ഓതിവെച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, സമൂഹത്തിൽ തഖ്വ ആഗ്രഹിക്കുന്ന, നേരും നെറിയും ആഗ്രഹിക്കുന്ന, ധർമ്മനിഷ്ഠ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മുന്നിൽ നടക്കാൻ ഞങ്ങൾക്ക് നീ, ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രാപ്തി നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, പുതിയ കാലത്തിന്റെ സർവ്വജീർണതകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ, അനാചാരങ്ങൾ, ആഭാസ അശ്ലീലതകൾ, അധർമ്മങ്ങൾ, സർവ്വതിൽ നിന്ന് അകന്നു നിൽക്കാനും ആദർശ വിശുദ്ധിയോടെ ജീവിച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുത്തവക്കിലീങ്ങളിൽ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സദുദ്യമങ്ങളെയും നീ സഫലമാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ പല ആളുകളും പലവിധ മോഹങ്ങൾ, ഹലാലായ ആഗ്രഹങ്ങളുമായി കടൽ കടന്നെത്തിയവർ, പടച്ചറബെ, പലവിധ പരീക്ഷണങ്ങളിലൂടെ ജീവിത നാൾ വഴിയിൽ കടന്നു പോകുന്നവർ, നീയാണ് തുറവി നൽകുന്നവൻ, നീയാണ് കാരുണ്യം നൽകുന്നവൻ, നീയാണ് റാസിഖ്, നീയാണ് റഹീം. അള്ളാഹുവെ, നീയാണ് എല്ലാം നൽകുന്നവൻ. പടച്ചറബെ, ഓരോരുത്തർക്കും അവരവരുടെ മനസ്സാഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന ഹൈറായി തീരുന്നതിലേക്ക് നീ എത്തിക്കുകയും നൽകുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിത വഴിയിലെ സർവ്വ പരീക്ഷണങ്ങളെയും പടച്ചറബെ നിന്നെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അതിജീവിക്കാനുള്ള തൗഹീദി ബോധം നിലനിർത്തുന്ന മക്കളിൽ, ഇണകളിൽ, മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ പ്രായം ചെന്ന അവസ്ഥയിൽ വലിയ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിൽ ശമനം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, മരണപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ബർസഖിയായ ജീവിതം നീ സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവെ, വഴിതെറ്റാൻ ഏറെ സാഹചര്യമുള്ള സാമൂഹിക ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ മക്കൾ വളരുന്നു, ബന്ധുക്കൾ വളരുന്നു. അള്ളാഹുവെ, അവർക്കൊക്കെ ഈ ഹിദായത്ത്, സന്മാർഗ സ്ഥിരത നിലനിർത്തി കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل دعاءنا، ربنا تقبل دعاءنا. اللهم انصرنا،
اللهم انصر إخواننا في فلسطين اللهم انصر المظلومين في غزة اللهم دمر من دمرهم شتت من شتتهم مزق من مزقهم اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اجعل القرآن ربيع قلوبنا وشفاء صدورنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ വന്നതിങ്ങനെ പല പരിപാടികളിലും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, അൽഹംദുലില്ലാ. പക്ഷെ വന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ പർപ്പസ്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മർക്കസു തഹ്ഫീദുൽ ഖുർആൻ MTQ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് താനൂരാണ്. ഞാൻ അവിടെ ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് അടുത്തുള്ള മേപ്പയൂരിലെ സലഫിയ അറബി കോളേജിലാണ്. വീട് തിരൂരടുത്ത് പുല്ലൂരാണ്. അപ്പോ ഈ MTQ സ്ഥാപനത്തിന്റെ ഒരു കളക്ഷൻ, അവിടെ ഒരു കുടുംബം ഈ ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് അവരുടെ